യം ശൈവാ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി ന ത്വാം വിനാ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരിഃ ഹരിഃ ഹരിഃ. നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ ഓംകാരം ജപിക്കാം. പതിവ് പോലെ കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. എല്ലാവരും ഉറക്കെ ജപിക്കണം. എല്ലാവരും, ഓരോരുത്തരും ഓരോരുത്തനും. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട 2-3 ജന്മങ്ങളാണ്. ഏറ്റവും പ്രധാനമാണ് കൃഷ്ണജന്മം എന്ന് പറയാം. 10ാം സ്കന്ധം മുഴുവനും കൃഷ്ണജന്മത്തിനും ആ ജന്മം വളർന്നു വന്ന് അതിൽ പ്രകടമാക്കിയ എല്ലാവിധത്തിലുള്ള മികവുകൾക്കും സാഹസികതകൾക്കും എല്ലാറ്റിനും വേണ്ടി പൂർണ്ണമായി വിനിയോഗിച്ചിട്ടുള്ളതാണ് 10ാമത്തെ സ്കന്ധം. അത് കഴിഞ്ഞ് 11ലേക്ക് കടക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ സ്വയം അവസാനമായി ദ്വാരകയിലിരുന്ന് ഉദ്ധവന് ഉപദേശിക്കുന്ന ആ ഭാഗം. മുക്തിസ്കന്ധം എന്നാണല്ലോ അതിന് പേര്. നിങ്ങളെല്ലാവരും അത് പ്രത്യേകിച്ചും ഓർമ്മ വയ്ക്കണം. പലയിടങ്ങളിലും ഇപ്പോൾ മുക്തിസ്കന്ധം മാത്രമായി ശ്രീമദ് ഭാഗവത പ്രവചനം നടത്താറുണ്ടത്രേ. മുക്തിസ്കന്ധം മാത്രമായി. അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണത്. ശ്രീമദ് ഭാഗവതത്തിന് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ നമ്മളോട് എന്നേക്കുമായി എന്ന് ചോദിച്ചാൽ അത് ഏകാദശ സ്കന്ധത്തിലാണ്. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനെ നോക്കി കൃഷ്ണൻ പറയുന്നത് മുഴുവനും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ വിശേഷപ്പെട്ടതാണ് ആ സ്കന്ധം. അതിൻ്റെ തുടക്കം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. 125 കൊല്ലം കഴിഞ്ഞു കൃഷ്ണജീവിതത്തിൽ.
ഒരു പുരുഷായുസ് 120 വർഷമാണ് എന്നാണ് പറയുക. അതും കഴിഞ്ഞ് ഒരു 5 കൊല്ലവും കൂടി കഴിഞ്ഞു. കൃഷ്ണന് യാതൊരു കുലുക്കവും വേണ്ടതുപോലെ ജീവിച്ചു. എപ്പോഴും മന്ദഹസിതനാണ്, മന്ദഹാസമുണ്ട് എപ്പോഴും. അങ്ങനെ കഴിഞ്ഞുകൂടാണ്. അപ്പോൾ ബ്രഹ്മാവ് വന്ന് പറയേ, ഇതെന്താപ്പം അത് 120 കഴിഞ്ഞ് 5 കഴിഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ഇദ്ദേഹം മടങ്ങി വരണത് കാണാനില്ലല്ലോ, ഒന്ന് ഓർമ്മപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവും അനുയായികളും കൂടി വന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, തിരിച്ചു വരണമെന്നല്ലേ നിങ്ങളുടെ മെമ്മറാൻഡത്തിൽ പറയുന്നത്? അത് എൻ്റെ മനസ്സിലുമുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്. ഞാനൊരു കുലത്തിലാണ് ജനിച്ചത്, വൃഷ്ണകുല്യത്തിൽ. ആ വൃഷ്ണികുലം അറിയപ്പെടാതെ കിടക്കുകയായിരുന്നു. എൻ്റെ ജന്മം കൊണ്ടും വൈഭവങ്ങൾ കൊണ്ടും വൃഷ്ണികുലം വളരെ വിഖ്യാതമായി. അവർക്കെല്ലാവർക്കും നല്ല ശക്തിയും ബലവും പ്രാബല്യവും ഐശ്വര്യവും എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. ഞാനുള്ളപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കും, അത് വിട്ടു നടക്കില്ല. ഞാൻ പോയി എന്നിരിക്കട്ടെ, അവരോട് പറയാൻ ആരും ഉണ്ടാവില്ല, പറഞ്ഞാൽ ഒട്ട് അവർ കേൾക്കൂല. അപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെ ഈ സമാജത്തിന് നാശകരമായ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അതിനെ ഇടകൊടുക്കാതെ ഞാൻ അവരെ കൂടി നശിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഞാനും ശരീരം വിട്ടു വരാം എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ കൃഷ്ണജന്മത്തിൻ്റെ വിശേഷത. എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണജന്മത്തെ ഒരു പൂർണ്ണാവതാരം എന്ന് പറയുന്നത്? അവതാരങ്ങളെല്ലാം ജനിക്കണു എന്നുള്ളത് ശരിയാണ്. ജനിച്ചതുപോലെ അവർക്ക് ദേഹപതനവും ഉണ്ടാവും. ആ ദേഹപതനം ആർക്ക് എങ്ങനെ നടക്കണു എന്നുള്ളതാണ്. ഒരു മോഹിനിയുടെ അവതാരമുണ്ടായി, എവിടുന്നാ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് അറിയില്ല, എങ്ങടാ പോയതെന്നും അറിയില്ല. നരസിംഹം തൂണിൻ്റെ ഉള്ളിൽ നിന്ന് കിടി എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു കമ്മീഷനെ വെച്ച് എൻക്വയറി ചെയ്താലും ഒന്നും പിടികിട്ടിയിട്ടുണ്ടാവില്ല. ആ അന്തരീക്ഷത്തിൽ തന്നെ മറഞ്ഞു പോവാണ്. അങ്ങനെയല്ലല്ലോ ഇവിടെ. ഇപ്പോൾ കൃഷ്ണൻ്റെ ജന്മം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ അതിൻ്റെ ഭാഗമായി നശിച്ചു പോയതാണ്, ഇല്ലാതെയായതാണ്. അവരെല്ലാവരും തമ്മിത്തല്ലി പ്രഭാസ തീർത്ഥത്തിൽ. അപ്പം അവരെ ഒന്ന് ഒതുക്കാനും നിയന്ത്രിക്കാനും പുറപ്പെട്ടില്ല എന്ന് ആരും പറയരുത് എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അതിന് പരിശ്രമിച്ചപ്പോൾ ഇരു കൂട്ടരും കൃഷ്ണനെയും പൊതുരെ തല്ലി. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഒതുങ്ങിപ്പോയി ഏകാന്തതയിലാണ്. ആൽമരത്തിൽ ചാരിയിരുന്ന് ഒരു വേടൻ്റെ അമ്പ് അവിടെ വന്ന് കൊണ്ട്, ഞാൻ കാലത്ത് പായസത്തിൻ്റെ കഥ പറഞ്ഞു, ആ പായസം പുരട്ടാത്ത സ്ഥലത്താണ് ആ വേടൻ്റെ അമ്പ് കൊണ്ടത്. ആ പായസം കാലിൻ്റെ അടിയിലും കൂടി പുരട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻ ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലുണ്ടായേനെ. കണ്ടോ? ആ കോലൻ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞ് ആ പറഞ്ഞ കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ കൃഷ്ണന് കിട്ടിയിട്ടുള്ള ആ ഒരു ശാപമോ അല്ലെങ്കിൽ ഒരു ശിക്ഷയോ കിട്ടിയത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിലുള്ള സംഭവങ്ങളെല്ലാം കാര്യകാരണങ്ങളോട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ഓണം വരാനൊരു മൂലം എന്ന് പറയാറുണ്ട്. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഒന്നിനും ഒരു കാരണമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമോ ദുഃഖമോ ഉണ്ട്. ഇന്ന് കാലത്തൊരു ഭക്തൻ എൻ്റെ അടുത്ത് വന്ന് പറയുക, എനിക്കൊക്കെ ഒരു ഉത്സാഹക്കുറവ്, ഈശ്വരന് വിശ്വാസമൊക്കെ ഉണ്ട്, സ്വാമിജിയോട് നല്ല ഭക്തിയൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കണില്ല, എനിക്ക് വലിയൊരു ശിക്ഷ പോലെ അനുഭവിക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിലും ഉത്സാഹം കുറഞ്ഞു പോകുന്നു. കണ്ടോ മനസ്സിൽ തോന്നണത്? നിങ്ങൾ എന്താ വിചാരിച്ച്? ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ലളിത സുഭഗമായി. ഭക്തൻ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയിൽ റെഡ് കാർപ്പറ്റാണോ ഒക്കെ, അങ്ങനെയാണോ ഉണ്ടായത്? കൃഷ്ണൻ്റെ ജന്മം പോലും എങ്ങനെയാണ് അവസാനിച്ചത് ആലോചിച്ച് നോക്കൂ. പ്രഭാസ തീർത്ഥത്തിൽ സ്വവംശക്കാർ തമ്മിൽ തല്ലാൻ തുടങ്ങി, മൈരേയം മദ്യം കഴിച്ച് അവരെ ഒന്ന് പിടിച്ച് ഒതുക്കാന്ന് പറഞ്ഞ് പോയില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഒതുക്കാൻ നോക്കിയപ്പോൾ എന്നെയും പൊതിരെ തല്ലി. എന്നാൽ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആരോടും പറയാതെ മിണ്ടാതെ ഒളിഞ്ഞ് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് ഇരുന്നപ്പോഴാണ് വേടൻ്റെ അമ്പ് കൊണ്ടത്. അതും കാലിൽ വന്ന് പെട്ടെന്ന് വർമ്മവും കർമ്മവും കൂടി ഒത്തുങ്ങോട്ട് വരാൻ എന്താ കാരണം? അതാണ് ആ കോലൻ ബ്രാഹ്മണൻ പറഞ്ഞത്, പായസം പുരട്ടാനേ. അതെന്തേ കാലിൻ്റെ അടിയിൽ പുരട്ടാത്തേ? സാധാരണ നമ്മൾ എണ്ണ തേക്കുമ്പോഴും കാലിൻ്റെ അടിയിൽ തേക്കാറില്ല. എന്താ? അടിയിൽ തേച്ചാൽ പിന്നെ വയ്ക്കണത് നിലത്താണ്. അപ്പോൾ ആ എണ്ണ നിലത്തിലേക്ക് പോവും, നമ്മുടെ മേലിൽ നിൽക്കില്ല. ബാക്കി എല്ലാ സ്ഥലത്തും പുരട്ടിയത് അവിടെ തന്നെ നിൽക്കും. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കുളിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. കാലിൻ്റെ അടിയിൽ പുരട്ടിയാൽ അത് പറ്റില്ല.
അപ്പോൾ കാലിൻ്റെ അടിയിൽ പുരട്ടാറില്ല. ചെറുപ്പത്തിലൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, എന്ത് കാലിൻ്റെ അടിയിൽ മാത്രം എണ്ണ പുരട്ടരുത്, പുരട്ടിയെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം വരുന്നു. കാലിൻ്റെ അടിയിൽ പുരട്ടിയാൽ എന്താ പിശക്ക്? പ്രത്യേകിച്ചും ഇന്നത്തെ ഫ്ലോറൊക്കെ ഉണ്ടല്ലോ, ടൈൽസൊക്കെ ഇല്ലേ, ആ ടൈൽസിൽ നടക്കുമ്പോൾ വഴുക്കി അങ്ങോട്ട് വീഴും, വേഗം പോവാം ആസ്പത്രിക്ക്. അപ്പോൾ കാലിൻ്റെ അടിയിൽ പുരട്ടരുത്. ഇത് പായസം പുരട്ടാനാ പറഞ്ഞാൽ അതിലും ഉണ്ടാവും വല്ലതും മെഴുക്ക്, പക്ഷേ അത് പുരട്ടിയില്ല. ഇങ്ങനെയാണ് ഈ കാര്യകാരണങ്ങൾ ലോകത്തിൽ ബന്ധപ്പെടുന്നത്. കൃഷ്ണൻ്റെ ജന്മമാണത്. അതുപോലെ നമുക്കൊരു ജന്മമുണ്ടായിട്ടുള്ളത് വാമനനാണ്. വാമനൻ ജനിച്ചു, വളർന്നു, എല്ലാവരും കൂടി ഓരോ സാധനങ്ങൾ സമ്മാനിച്ചു. ഓലക്കൊടയും പൂണോലും ദണ്ടും കമണ്ടലും എല്ലാമായി അദ്ദേഹം മഹാബലി യജ്ഞം നടത്തുന്ന സ്ഥലത്തിലേക്ക് യാത്രയായി. അത് കഴിഞ്ഞ് ആ കാര്യം അറിഞ്ഞപ്പോൾ വാമനനും പോയി. ഇങ്ങനെ പല ജന്മങ്ങളുണ്ട്. ഈ വാമനൻ്റെ ജന്മം പോലെയും കൂടിയല്ല ഇവിടെ എങ്ങനെയാ? കപിലവാസുദേവൻ. കപിലനെ കപില വാസുദേവൻ എന്ന് പറയും. വാസുദേവൻ എങ്ങനെയോ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണനെ പോലെ ഒരു അവതാരമാണ്. അദ്ദേഹം ജനിച്ചത് എന്തിനാ? അമ്മയെ ഉപദേശിക്കാനാണ് ജനിച്ചിരിക്കുന്നത്. അതാണ് ആവശ്യം. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് എനിക്ക് മനസ്സിലായില്ല. തോന്നേണ്ടത് ഞാൻ പറയാം. നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ നിന്ന് വേണം എന്ത് കാര്യവും ഇവിടെ നേടിയെടുക്കാൻ. നല്ലതിനും മനുഷ്യജന്മം തന്നെ, പൊല്ലാത്തതിനും മനുഷ്യജന്മം തന്നെ. മനസ്സിനെ എത്ര വേണമെങ്കിൽ അഴക് പിടിപ്പിക്കാൻ, സുന്ദരമാക്കാൻ, ധന്യമാക്കാൻ, ഉദാത്തമാക്കാൻ നമുക്ക് സാധിക്കും. അതേമാതിരി ഈ മനസ്സിനെ എത്ര വേണമെങ്കിൽ കേടുവരുത്താനും സാധിക്കും. കണ്ടില്ലേ, കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഭക്ത മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ഇത്രയൊക്കെ ഭക്തിയോട് കൂടി നടന്ന് എന്തൊക്കെയോ വന്നു, എന്നിട്ട് എന്താ അങ്ങനെ കഷ്ടപ്പാട് വന്നത്? കഷ്ടപ്പാടുണ്ടെങ്കിലേ മനസ്സിന് ശക്തി കൂടുള്ളൂപ്പാ. നിങ്ങൾക്ക് പണം ഉണ്ടായാൽ മനോബലമുണ്ടാവില്ല. സുഖമനുഭവിച്ചാൽ ഒരു പൊട്ടുപോലും ധൈര്യം മനസ്സിന് വരില്ല. മനസ്സിൻ്റെ ധൈര്യം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സഫറിങ്സ് ദാറ്റ് യു അണ്ടർഗോ ഇൻ ദിസ് വേൾഡ്. എത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്നുവോ അതനുസരിച്ചാണ് മനസ്സിന് ശക്തിയും സൗന്ദര്യവും പ്രാബല്യവും ഒക്കെ ഉണ്ടാവുക. ഇവിടെ സന്യസിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് പഴയ കാലം മുതൽക്ക് തന്നെ. എന്തിനാ ഈ സന്യാസം? എല്ലാം വിട്ട് തെരുവിൽ നിൽക്കുക. ഞാൻ എപ്പോഴും പറയും, കൽക്കത്തയിൽ ഉദ്യോഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ തീരുമാനിച്ചൊക്കെ വിട്ട് കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വിടും, അടുത്ത് തന്നെ വിടും, എപ്പോൾ വേണമെങ്കിൽ ആവാമെന്നൊക്കെ പറഞ്ഞ് തയ്യാറാക്കി കൊണ്ടുവന്ന് അവസാനം വിട്ടു. നമ്മുടെ അദ്ദേഹം ഗുരുദേവൻ അവിടെ ഉള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് സന്യാസം എന്ന് പറയുന്ന ദീക്ഷയടക്കം മേടിച്ച് വസ്ത്രമൊക്കെ തലമുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ എന്തായി? അന്ന് മുതൽക്ക് ഞാൻ എപ്പോഴും പറയുക, ഐ ആം graced by the streets of India, greeted by the streets of India and graced by the hands of Providence. ഇതാണ് ഞാൻ പറയുക എപ്പോഴും. അന്ന് മുതൽക്ക് നമ്മളെ സ്വാഗതം ചെയ്യാനായി ഈ തുറന്ന ഭൂമി, അതിലുള്ള തെരുവുകൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നമുക്ക് യാതൊന്നുമില്ല. കുടുംബക്കാരില്ല, രക്തബന്ധുക്കളില്ല, കയ്യിൽ വരുമാനമില്ല, ഒരു തരത്തിലും ഒന്നുമില്ല. 2 കൈയും 2 കാലും മാത്രമേ ഉള്ളൂ. കൈ വീശങ്ങടി കാലുകൊണ്ട് നടക്കുക. ആ നടക്കുന്ന സമയത്ത് ഭൂതലമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. വരൂ വരൂ എന്ന് പറഞ്ഞ്. രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അദൃശ്യമായിരിക്കുന്ന പരമേശ്വരൻ്റെ ഹസ്തങ്ങളാണ്. ഇത് രണ്ടും കണക്കാക്കിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്നോട് പറയൂ, ഇത്തരത്തിലുള്ള ഒരു സന്യാസനിഷ്ഠ എങ്ങനെ ആവിഷ്കരിച്ചു? എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഒരു നിലയ്ക്ക് ഇതിലേറെ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉണ്ടോ? ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു കന്യക പ്രിയപ്പെട്ട ഒരു വരനെ വരിക്കുന്നത് പോലെ അതിനെ വരിച്ച് സഞ്ചരിക്കുന്നവരാണ് സന്യാസിമാർ. എന്താ, അതിൽ നിന്ന് മാത്രമേ നമ്മുടെ മനസ്സ് ബലിഷ്ഠമാകുള്ളൂ, ആകർഷകമാകുള്ളൂ, മൂല്യബദ്ധമാകുള്ളൂ. വീട്ടിലിരുന്നത് കൊണ്ട് ഈ മൂല്യബദ്ധത വരില്ല, സൗന്ദര്യവും വരില്ല. ആ സമയത്താണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വം പൂർണ്ണ പുഷ്കലമാവാനുള്ള ഒരു നല്ല സമാരംഭം അവിടെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ആളും വിചാരിച്ചു പോകരുത് എല്ലാം എളുപ്പമാണെന്ന്. കൃഷ്ണൻ്റെ ജീവിതത്തിൽ 12 കൊല്ലമാണ് അദ്ദേഹം ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തത്.
അതിനുശേഷം ജനിച്ച കുട്ടിയാണ് പ്രദ്യുമ്നൻ. എവിടെയാണ് അദ്ദേഹത്തിന് കുറവ്? രാജകോലോത്തിലാണ് ജനിച്ചത്. ജനിച്ച ഉടനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് സമയോചിതമായി ഉപനയനം നടന്നില്ല. വേദങ്ങൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ആരുമില്ല. പശുവിൻ്റെ വാലും കുളമ്പുമായി ഒരു മുടിയാങ്കോലും വെച്ച് എന്നും കാട്ടിൽ ചെന്ന് ആ പൊടി പടലത്തിൽ മുങ്ങി സമാന വയസ്കരോടുകൂടി പൊത്തും പിടിയും മാലയും കീലയും ഒക്കെ ആയി ഒരു ഓടക്കുഴലുണ്ട്. എന്താ ഓടക്കുഴൽ? ഒരു മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുഴല, 4 തുളയും തുളച്ചു. അതും വെച്ചിട്ടാണ് ഈ കൃഷ്ണൻ കഴിഞ്ഞുകൂടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് വളരെ നല്ലൊരു ജീവിതമായിരുന്നുവോ അതോ കഷ്ടപ്പാടുള്ളതോ? എന്നിട്ട് ആ കൃഷ്ണൻ്റെ വ്യക്തിത്വം ആ കഷ്ടപ്പാടിൽ ധന്യധന്യമായോ അതോ അത് കേടുവന്നു പോയോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഭക്തി വളർത്താൻ ഉദ്ദേശിക്കുന്നവർ, ഭക്തി അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും കഷ്ടപ്പാടിനെ ഭയപ്പെടരുതപ്പ. എത്ര കഷ്ടപ്പാട് വന്നോ അത് മുഴുവനും നല്ലത് 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 സുഭഗം എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടണം. കൃഷ്ണൻ പറയുകയാണ്, പ്രത്യേകിച്ചും ഏകാദശ സ്കന്ധത്തിലില്ല, ദശമസ്കന്ധത്തിലാണെന്നാണ് തോന്നുന്നത്. കേട്ടോളൂ. യദാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈഃ തതോ ധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം സ യദാ വിതഥോദ്യോഗോ നിർവിണ്ണസ്യാദ്ധനേഹയ മത്പരൈഃ കൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. ഞാൻ ഈ ഭാഗം നിങ്ങളോട് പറയണോ? ആരാ പറയണ? ഒരാൾ പറഞ്ഞാൽ പേടിക്കോ അതോ നല്ലപോലെ മനസ്സിലാക്കി സന്തോഷിക്കോ? ഞാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ പോകുന്നത്, യഥാഹം അനുഗൃഹാമി, ഞാൻ എൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഹരിഷ്യേ തദ്ധനം ശനൈഃ, ആ ആളുടെ കയ്യിലുള്ള ധനം മുഴുവനും കുറേശ്ശെയായിട്ട് അപഹരിക്കും. ഇഷ്ടാവോ നിങ്ങൾക്ക്? 17ാമത്തെ കൊല്ലാണ് സത്രം നടത്തുന്നത് എന്ന് ആലോചിക്കണം നിങ്ങൾ. ആരെയാണോ ഞാൻ അനുഗ്രഹിക്കാൻ പോണത്, ഞാൻ അനുഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കേണ്ടത് നിങ്ങൾ പറയൂ. വണ്ണവും പൊണ്ണവും വേണോ? തലമുടിക്ക് കറുപ്പ് വേണോ? അതോ നീളം കൂടണോ? നഖത്തിന് നല്ല എന്താണ് നിങ്ങൾ ഈ അനുഗ്രഹം ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആത്മസാമ്രാജ്യം മുഴുവൻ അങ്ങോട്ട് കൊടുത്ത് താനാക്കി തീർക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം ഞാൻ ആരെ അനുഗ്രഹിക്കാൻ പോകുന്നുണ്ടോ ആ ആളുടെ ധനമെല്ലാം അപഹരിക്കും. അപഹരിച്ചാൽ അയാൾക്ക് എന്തു തോന്നും? തതോ അധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. കയ്യിൽ പണമുള്ള സമയത്ത് എല്ലാവരും തൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. എത്ര ഭംഗിയായിട്ട് ചിരിക്കും, തോളത്തുള്ള മുണ്ടെടുത്ത് മാറ്റും, ചിലപ്പോൾ പ്രണമിക്കും, കാല് തൊട്ട് വന്നിക്കും, ഇങ്ങനെ പലതരത്തിലാണ്. എന്നാൽ ധാരാളം പണമുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യപ്പെട്ട് ചെന്ന് ചോദിച്ചാൽ തരും. നല്ല പണക്കാരൻ്റെ ലക്ഷണം എന്താണെന്നറിയോ? ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കുന്നു. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കൊടുത്താൽ കുറയുമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കാതെ ഇരിക്കുന്നവരാണ് ഈ സദസ്സിൽ കൂടുതൽ ആൾക്കാർ. കൊടുക്കാൻ തുടങ്ങി നോക്കൂ. കൊടുക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ശക്തി കൂട്ടാൻ പ്രോവിഡൻസ് ഉണ്ട്, ദിഷ്ടമുണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഈ പിടിച്ചു പൊത്തുന്നവരുടെ അടുത്ത് ആരും വരില്ല. മഹാലക്ഷ്മി പോലും നമ്മളെ നിരന്തരം നമ്മുടെ കൂടെ താമസിക്കണമെങ്കിൽ കന്ധാമിവ ശ്രീമപി കുത്സയന്തഃ, ഈ കീറത്തുണിയെ പോലെ മഹാലക്ഷ്മിയെ കാലുകൊണ്ട് കൊതറി ചവിട്ടണമത്രേ. അപ്പോഴേ ഈ മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ ഇരിക്കുള്ളൂ. നമ്മൾ മഹാലക്ഷ്മിയെ അഭിലഷിച്ചാൽ അവർ ഓടിപ്പോവും. നേരെ മറിച്ച് ചവിട്ടി തള്ളുമ്പോഴോ പോവേ ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല, ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കൂടും. കന്ധാമിവ ശ്രീമപി കുത്സയന്തഃ കൗബീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. കൗബീനധാരികളായി ഇങ്ങനെ നടക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ ലോകത്തിൽ നിന്ന് കൗബീന പഞ്ചകത്തിൽ ശങ്കരാചാര്യൻ പാടുന്ന ഭാഗമാണത്. ഞാനിത് നല്ലപോലെ പറഞ്ഞയച്ചു. അപ്പോൾ ഏഷ്യാനെറ്റുകാർ ആ ഭാഗം മാറ്റണം എന്ന് പറഞ്ഞു. മഹാലക്ഷ്മിയെ ചവിട്ടിത്തള്ളണം എന്ന് ഒരു ഭൂമാനന്ദ സ്വാമിജി പറയുമ്പോൾ പലരുടെ മനസ്സിനും അത് വേദന തോന്നാം. അതുകൊണ്ട് നിങ്ങളതൊന്ന് മോഡറേറ്റ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് മോഡറേറ്റ് ചെയ്ത് കൊടുത്തു ഞങ്ങൾ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം പറയാനും സമ്മതിക്കാത്ത ലോകമാണത്. നഗ്നസത്യം ഉദ്ഘോഷിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ യദാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈഃ
ധനമാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ പണക്കാരൻ്റെ കയ്യിൽ പണം ഉള്ളിടത്തോളം കാലം ഭക്തി അയാൾക്ക് വരില്ല. എങ്ങനെയാ വരിക? നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. കൃഷ്ണനും രുക്മിണിയും കൂടി ഒരു ദിവസം ഒരു സല്ലാപത്തിൽ ഏർപ്പെട്ടു. ആ സല്ലാപത്തിൽ കൃഷ്ണൻ ചോദിക്കുകയാണ്, എൻ്റെ രുക്മിണി, നീ വലിയ തെറ്റാണ് ചെയ്തത് കേട്ടോ. എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? എനിക്കൊരു എഴുത്ത് കൊടുത്തയച്ചത്. ഞാനവിടെ ഒന്നുമില്ലാതെ സുഖമായിട്ട് കൂടിയിരിക്കുക. അപ്പം നീ ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത് ഒരു സ്നേഹക്കത്ത് കൊടുത്തയച്ചു. അത് വായിച്ച് നോക്കിയപ്പോൾ പാവം ഇത് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടിയെത്തി. എന്നിട്ട് ആരും അറിയാതെ നിന്നെ അപഹരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അപ്പോഴാണ് പൊല്ലാപ്പുണ്ടായത്. നിൻ്റെ തന്നെ സഹോദരൻ വന്ന് തടുത്ത് നിർത്തി കൊടിയ യുദ്ധമായി. ആ യുദ്ധത്തിൽ അവസാനം ഞാൻ അവനെ കടന്ന് പിടിച്ച് കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടപ്പോൾ നീ തന്നെ എൻ്റെ കാക്കൽ വീണ അരുതേന്ന് പറഞ്ഞു. നിനക്ക് തന്നെ വൈധവ്യം വരാൻ വേണ്ടി എന്നെ കൊല്ലാൻ പുറപ്പെട്ടവന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം എവിടെ പോയി കാര്യങ്ങൾ? എന്താ അത്? അങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ? നിനക്ക് എന്നെപ്പറ്റി മനസ്സിലായിട്ടില്ല. നാരദ മഹർഷി പറഞ്ഞത് എന്താണെന്നറിയില്ല. ഞാൻ പറയാം, എന്നെ പറ്റിയിട്ടുള്ള സത്യം കേട്ടോളൂ. നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ. കയ്യിൽ അരക്കാശില്ലാത്തവനാ ഞാൻ. എനിക്ക് ഒരു സാധനത്തോടും മമതയില്ല. ഒന്നും വേണമെന്നൊരു തോന്നലില്ല. ഒരു തുരുമ്പ് പോലും എനിക്ക് വേണ്ട. അപ്പം എന്നെപ്പോലെയുള്ളവരെ നിഷ്കിഞ്ചനന്മാർ എന്നാണ് പറയുക. നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ. എന്നെപ്പോലെ കയ്യിൽ അരക്കാശില്ലാതെ ദരിദ്രരായി ഈ ലോകത്തിൽ നടക്കുന്ന സാധുക്കളുണ്ടല്ലോ, അത്തരക്കാർക്കാണ് എന്നെ ഇഷ്ടം. സാധുക്കൾ എന്നെ ഭജിക്കുന്നതുമാതിരി പണക്കാർ ഭജിക്കുമോ? ഭജിക്കില്ല. അവർക്ക് സാധിക്കില്ല. അവർ ചെന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക കസാലയൊക്കെ വേണം. അത് മുമ്പിലേ ഇരിക്കുള്ളൂ, പിന്നിലൊന്നും ഇരിക്കില്ല. വരുന്നതിന് മുമ്പ് ഞാൻ വരണൂന്ന് പറയും. എന്നിട്ടോ ഒരു റിസപ്ഷനൊക്കെ ഉറപ്പിച്ചിട്ടേ വരുള്ളൂ, മുൻകൂട്ടി പറഞ്ഞേ വരുള്ളൂ. അവരങ്ങനെയുള്ള ആൾക്കാരാണ്. നേരെ മറിച്ച് ഈ നിഷ്കിഞ്ചനന്മാർ എവിടെയെന്ന് വെച്ചാൽ അവിടെ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് കൃഷ്ണ രാമ ഗോവിന്ദ മുരാരേ ഹേ എന്നൊന്നും പറയാൻ അവർക്ക് ഒരു വിഷമവുമില്ല. നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. രുക്മിണിയുടെ അരയൊക്കെ ഇങ്ങനെ ഇടുക്കി നല്ല സൗന്ദര്യമുള്ള ഒരു വനിതയായിരുന്നു അവർ. അങ്ങനെ സുമധ്യമയായ നിന്നോട് ഞാൻ പറയുന്നു, തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി. ആഢ്യന്മാരും ആഭിജാത്യമുള്ളവരും ഒന്നും എന്നെ ഭരിക്കാറില്ല. ഇനിയും തെറ്റില്ല രുക്മിണി, എത്രയും വേഗം നിനക്ക് ഇഷ്ടമുള്ള ഒരു വരനെ കണ്ടുപിടിച്ചോ, ഞാൻ വിട്ടുതരാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രുക്മിണി വേർത്ത് വശായി. എന്നിട്ട് എന്തൊക്കെയോ പറയുക. എന്താ കൃഷ്ണൻ ഇങ്ങനെ പറയാൻ കാരണം? ഹ്യാത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ ഗേഹയോർ ജ്യോതിരക്രിയാഃ. ഞാൻ ആത്മലബ്ധി കൊണ്ട് പൂർണ്ണനാണ്. അതുകൊണ്ട് എനിക്ക് സ്ത്രീയിലോ അപത്യത്തിലോ ധനത്തിലോ സന്താനത്തിലോ ഒന്നും താല്പര്യം എനിക്കില്ല. കല്യാണം കഴിച്ചാൽ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് തോന്നും, എനിക്കതിൽ താല്പര്യമില്ല. ധനം വേണമെന്ന് തോന്നും, അതുമില്ല. സ്ത്രീകളിൽ അഭിലാഷമുള്ളവരാവണം ഭർത്താക്കന്മാർ, അതുമില്ല. നസ്തി അപത്യ അർത്ഥ കാമുകാഹ, അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ കൃഷ്ണൻ്റെ ആ വിശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണെന്നുള്ളത്. അപ്പോൾ ഒരാളെ അനുഗ്രഹിക്കാൻ പുറപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണു? ധനം കയ്യിലുള്ളതെല്ലാം അപഹരിക്കുന്നു. അപഹരിക്കുമ്പോൾ എന്താവും? കയ്യിൽ പണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു കൂടി. ദൂരത്തുനിന്ന് തന്നെ വരും, കുശലം പറഞ്ഞ് എന്തെങ്കിലും വന്ന് വല്ലതൊക്കെ ചോദിച്ചു കൊണ്ടുപോവുക. പലരും വന്നുകൊണ്ടിരുന്നു. കയ്യിൽ പണം പോയപ്പോൾ ഇനി അവിടെ പോയാൽ ബുദ്ധിമുട്ടാണ്, കയ്യിൽ കാശില്ല, അങ്ങോട്ട് വല്ലതും കൊടുക്കേണ്ടി വരും. മുമ്പ് നമുക്ക് കിട്ടുമായിരുന്നു, ഇനിയിപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അവിടെ പോവാതെ മുഖം തിരിച്ച് പോവാ നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിൽ എന്താ തോന്നണത്? എൻ്റെ കയ്യിൽ ധനമുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും വന്നു. ഇപ്പം ധനമില്ലാത്തത് കൊണ്ട് എല്ലാവരും പോയി. അപ്പോൾ ധനമാണ് ഈ മനുഷ്യരെ സ്വാധീനിച്ച് അടുത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് രണ്ടാമതും പണമുണ്ടാക്കി കളയാം എന്നാണ് തോന്നൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. രണ്ടാമതും പോയ പണം ഉണ്ടാക്കാം എന്നാണ് തോന്നുന്നത്.
അതിനുവേണ്ടി പരിശ്രമിക്കണു. പരിശ്രമിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? സയദാ വിതഥോദ്യോഗോ നിർവിണ്ണസ്യാദ്ധനേഹയ. ആ പരിശ്രമത്തിന് ഓരോന്നിനെയും ഞാൻ മുടക്കും. ധനസമ്പാദനം സഫലമാകാൻ വിടില്ല. അവനെ ഞാൻ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് പാത്രമാകണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റൊന്നും ഇവിടെ തടസ്സമായി നിൽക്കരുത്. പണം വലിയ തടസ്സമാണ്. അതുകൊണ്ട് അവൻ്റെ പരിശ്രമം ഓരോന്നായി ഞാൻ തടസ്സപ്പെടുത്തി ഒരു കാലത്തും അവന് പണം സമ്പാദിക്കില്ല എന്നുള്ള ബോധ്യം സ്വയം വരും അവന്. സയദാ വിതഥോദ്യോഗോ നിർവിണ്ണസ്യാദ്ധനേഹയ. ആ സമയത്ത് ഞാൻ എന്തു ചെയ്യും? മത്പരൈഹി കൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. അപ്പോഴാണ് ഞാൻ എൻ്റെ നല്ല ഉത്തമോത്തമരായ ഭക്തന്മാരുണ്ട്, ആ ഭക്തന്മാരോട് കൂടിയുള്ള മൈത്രി അവനുണ്ടാക്കി കൊടുക്കും. അവരടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ ഭക്തിമയമായിരിക്കും വാക്കുകൾ. ആ ആൾ ഇയാളുടെ അടുത്ത് നിന്ന് ഒന്നും മോഷ്ടിച്ചു കൊണ്ടുപോയില്ല. ഉത്തമ സ്നേഹിതരായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുത്ത് പരിഗണിച്ച് താലോലിച്ച് നല്ല പോലെ പരിരക്ഷിക്കുന്നവരാണ്. ഈ ആളുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടണ്ട, എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി വരുന്നവരാണ്. അങ്ങനെയുള്ളവരോട് കൂടി ബന്ധപ്പെടുത്തി അവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുന്നു. എവിടെ പോയി കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ ഇങ്ങനെ പലതരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു ഭാഗത്ത് വാമനൻ, പിന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പോയതാണ്. ഇവിടെ കപിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശേഷപ്പെട്ട ജന്മം, കൃഷ്ണൻ്റെ ജന്മം പറഞ്ഞുവല്ലോ, പൂർണ്ണാവതാരമാണ് എന്നൊക്കെ. ബ്രഹ്മാവ് വന്ന് പറഞ്ഞു ഞാൻ തീർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പോയതിന് ശേഷമാണ് കൃഷ്ണൻ പോവാൻ തീർച്ചയാക്കി എന്ന് കേട്ടപ്പോൾ ഉദ്ധവന് വല്ലാതെ മനസ്സുരുകാൻ തുടങ്ങി. അടുത്ത് ചെന്നു, ആരുമില്ലാത്തപ്പോൾ, അല്ലേ ഭഗവാനെ, അങ്ങ് പോകാൻ തീർച്ചയാക്കിയിരിക്കുന്നു. അങ്ങ് തീർച്ചയാക്കിയാൽ ആ തീരുമാനം വേറൊരു തരത്തിലാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം അങ്ങ് പോകും, എന്നാൽ എൻ്റെ സ്ഥിതിയോ? അങ്ങയുടെ കൂടെ ഇത്ര കാലവും ജീവിച്ച് ഉച്ഛിഷ്ടം കജിച്ച് അഴിച്ചിട്ട വസ്ത്രങ്ങളെടുത്തുടുത്ത് അങ്ങനെ ദേഹസാമീപ്യത്തോടും എല്ലാമായി ഞാൻ ജീവിച്ചു വരികയാണ്. അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാണധാരണം വരെ സാധ്യമാവില്ല. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് കൊണ്ടുപോകണം എന്നെ എന്ന് പറഞ്ഞാണ് ഉദ്ധവൻ്റെ അപേക്ഷ. ഭക്തജനങ്ങൾ സാധാരണ ഈ ശ്ലോകം പറയാറുണ്ട്. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ തെക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. അങ്ങ് പോകുന്നത് എവിടെയോ അവിടേക്ക് എന്നെയും കൊണ്ടുപോയി കളയൂന്ന. അത് സാധിക്കുമോ? സാധാരണ ഒരാൾ മരിക്കുമ്പോൾ എവിടേക്കാണ് പോണേ? ഒരാളെ കൂട്ടി ഞാൻ പോകുന്നിടത്തേക്ക് നിന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൈ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ രണ്ടാളുടെ കൈ അവിടെ താഴ്ത്ത് വീഴും, അവരുടെ പ്രാണവും പോവും. അപ്പം അത് പറ്റില്ല. എന്തായാലും ഉദ്ധവൻ്റെ വിഷമം ഞാൻ പോയതിന് ശേഷം തനിയെ ജീവിക്കേണ്ടി വരുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്ത് കളയൂ, ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിട്ട് ഉദ്ധവനാ പോയി കളയൂ. അപ്പോൾ വിഷമം പിന്നെ എനിക്കല്ലേ, ഉദ്ധവനല്ലല്ലോ. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിട്ടു പോയി കളയൂ ബദരികാശ്രമത്തിലേക്ക്. അയ്യോ, അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങ് പറഞ്ഞ ഉടനെ ആ വാക്ക് അതേപടിക്ക് അനുസരിക്കേണ്ടവനാണ് ഞാൻ, അനുസരിച്ച് പോന്നവനാണ്. ഈ കാര്യത്തിൽ എനിക്ക് പറ്റുന്നില്ലല്ലോ. അതിനുള്ള വിഷമം എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരവും മമതയും സ്വജനബന്ധവുമാണ്. അതെല്ലാം മാച്ചു തുടച്ച് കളയത്തക്ക വിധത്തിൽ നല്ല തത്വോപദേശം എനിക്ക് തരൂ ഭഗവാനെ. അങ്ങേപ്പോലെയുള്ള ഉപദേഷ്ടാവ് ഈ ലോകത്തിൽ ഒരിടത്തുമില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ വേണം എന്നെ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞ് അതിനെ മുൻനിർത്തി ശ്രീകൃഷ്ണൻ 24 അധ്യായം ഉൾക്കൊള്ളുന്ന സുദീർഘമായ ഉപദേശം ഉദ്ധവിന് കൊടുത്തു. ഇതാണ് 11-ാം സ്കന്ധം, മുക്തിസ്കന്ധം എന്ന് പറയുന്നത് അതാണ്. ശ്രീമദ് ഭാഗവതം നമുക്ക് എന്നേക്കും നൽകുന്ന വിശേഷപ്പെട്ട ഒരു സമ്പത്ത് ഈ 11-ാം സ്കന്ധമാണ്. അവിടെ ഒരു വിധത്തിലുള്ള കൽപ്പനകളോ സങ്കല്പങ്ങളോ കാണില്ല. ഉദ്ധവൻ്റെ മനസ്സിനുള്ള വിഷമം അത് തീർക്കാൻ കൃഷ്ണൻ നൽകിയ ഉപദേശം, പടക്കളത്തിൽ വെച്ച് നൽകിയത് ധൃതി പിടിച്ച് യുദ്ധം ചെയ്യിക്കാനുള്ളതാണ്. 2.5 മണിക്കൂർ 3 മണിക്കൂറാണ് അവിടെ സംസാരിച്ചത്. അവിടെ 700 ശ്ലോകമാണെങ്കിൽ ഇത് 1000 ശ്ലോകമാണ്. വിശദമായി നമ്മുടെ രാജ്യത്തിൽ കാണുന്ന സംസ്കാരവും അഭ്യാസവും അനുഷ്ഠാനവും എല്ലാം തന്നെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഉപദേശ സംഗ്രഹമാണ് എന്ത് ഈ ഉദ്ധവന് നൽകിയിട്ടുള്ളതിന് ഉദ്ധവഗീത എന്നും പേരുണ്ട്. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ പലതുമാണ്.
അതിൽ വാമനൻ്റെ ഒരു ചരിത്രമുണ്ട്, കൃഷ്ണൻ്റെ അല്ലാതെ. ഇപ്പോൾ ഇതാ കൃഷ്ണൻ്റെ അല്ലാതെ കപിലൻ എന്ന് പറയുന്ന വാസുദേവൻ്റെ തന്നെ മറ്റൊരംശം എന്ന് വിചാരിച്ചോളൂ. ആ കപിലൻ്റെ ജന്മമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കപില ജന്മത്തിലുള്ള വിശേഷം എന്താ? അദ്ദേഹം ജനിച്ചത് തന്നെ തൻ്റെ അമ്മയെ ഉപദേശിച്ച് മുക്തയാക്കാൻ വേണ്ടി ജനിക്കുക. നിങ്ങളെല്ലാവരും ആലോചിക്കണം, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമോ എന്ന്. ഈ ലോകത്തിൽ ജനിച്ച കുട്ടികളൊക്കെ അമ്മയ്ക്ക് ജനിച്ച കുട്ടികളാണ്. കൃഷ്ണൻ ആർക്കാ ജനിച്ചത്? ദേവകിക്ക്. വളർത്തിയതാരാ? യശോദ. അദ്ദേഹത്തിൻ്റെ യോഗ്യതയും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം എന്തുമാകട്ടെ, അദ്ദേഹം ജനിച്ചത് അമ്മയുടെ ഗർഭത്തിലാണ്, അമ്മിഞ്ഞ കുടിച്ചാണ് വളർന്നത്. മനുഷ്യ സമാജത്തിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ വരുത്തണമോ, എന്തെല്ലാം വിപ്ലവങ്ങൾ രചിക്കണമോ, അതെല്ലാം തന്നെ രചിച്ചിട്ടുള്ളത് മനുഷ്യരിലൂടെയാണ്. നാം പറയുന്ന സംസാരം, വാക്കുകൾ, അക്ഷരമാലയുണ്ടല്ലോ, ഇത് ആരാ രചിച്ചത്? നിങ്ങളൊന്ന് എന്നോട് പറയൂ. ഈശ്വരൻ രചിച്ച് താഴത്തിട്ടതാണോ അക്ഷരമാല? നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചില ഭാഷകളുണ്ട്, ആ ഭാഷകൾക്ക് എഴുത്ത് ലിപിയില്ല, ഭാഷ മാത്രം സംസാരിക്കാനേ ഉള്ളൂ. ഓരോ ഭാഷയ്ക്ക് ഓരോരുത്തരാ അക്ഷരമാല കണ്ടുപിടിച്ചത്. അങ്ങനെ മനുഷ്യ സമാജത്തിലുള്ള സർവ്വകാര്യങ്ങളും മനുഷ്യരിൽ നിന്നാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ എങ്ങനെ ജനിക്കുന്നു? കാറ്റിൽ നിന്നും മണ്ണിൽ നിന്നും ജനിച്ചവരാണോ അവർ? ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? അതോ നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യ ഗർഭം ധരിച്ച് ക്രമപ്രകാരം വളർന്ന് അവസാനം പ്രസവിച്ച് പൊക്കിൾ കൊടി മുറിച്ച് അങ്ങനെ വളരുന്ന കുട്ടികളോ? എല്ലാം മനുഷ്യർ മൂലമാണ്. അത് നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇവിടെ ഒരു ഭഗവത് ജന്മം ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് മനുഷ്യ യോനിയിലൂടെ ഒരമ്മയ്ക്ക് കുഞ്ഞായിട്ടാണ് ജനിക്കുക. വാമനൻ ജനിച്ച പോലെ, കൃഷ്ണൻ ജനിച്ച പോലെ. ഇതാ കപിലനും ജനിക്കുന്നത് ദേവഹൂതിക്കാണ്. 9 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് എന്നെ ഉപദേശിക്കാൻ എനിക്കൊരു സന്താനത്തെയും കൂടി പ്രദാനം ചെയ്തിട്ട് വേണം പോകാൻ എന്ന് ഭർത്താവിനോട് പറഞ്ഞു. എൻ്റെ കൂട്ടരെ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ദാമ്പത്യ ജീവിതം എല്ലാറ്റിനുമുള്ള ഉറവിടമാണിത്. കള്ളന്മാരൊക്കെ ജനിക്കുന്നത് അമ്മയ്ക്ക് കുട്ടികളായിട്ടാണ്. മഹാത്മാക്കൾ ജനിക്കുന്നത് അമ്മയ്ക്ക് കുട്ടികളായിട്ടാണ്. ഇടത്തരക്കാരും അതേ അമ്മയ്ക്ക് കുട്ടികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ഇവിടെ ജനിക്കുന്നതൊക്കെ മാതൃഗർഭത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് ഇവിടെ ജന്മം വരുന്നത് മുഴുവനും. നിങ്ങൾക്ക് എങ്ങനത്തെ കുട്ടി വേണോ അങ്ങനത്തെ കുട്ടി ജനിക്കും. ഉദ്ദണ്ഡൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെയുള്ള ബ്രാഹ്മണരെ എല്ലാവരെയും തർക്കിച്ച് തോൽപ്പിച്ച് സർവ്വ ബ്രാഹ്മണരും നാണം കെട്ട് മണ്ണ് കപ്പിയവർ. നാണം സഹിക്ക് വയ്യാതെ ഈ ഉദ്ദണ്ഡ പണ്ഡിതനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് അവരന്വേഷിച്ചപ്പോൾ ഒരു നമ്പൂതിരി സ്ത്രീ ഗർഭം ധരിച്ചിരിക്കണമെന്ന് മനസ്സിലായി. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരും കൂടി വേദങ്ങളും മന്ത്രങ്ങളും ദക്ഷിണാമൂർത്തി ഉപാസനയും എല്ലാം നടത്തി ഒരു ആൺകുട്ടി ജനിച്ചു. അതിൻ്റെ പ്രസാദവും നെയ്യും പഞ്ചാമൃതവും ത്രിമധുരവും എല്ലാം കൊടുക്കും ഈ ഗർഭിണിക്ക്. അങ്ങനെ ഒരു കുട്ടി ജനിച്ചതിലാണ് കാക്കശ്ശേരി ഭട്ടതിരി ആ കുട്ടി. ആ കുട്ടി വളർന്ന് കുട്ടിയായിരിക്കുമ്പോഴാണ് ഉദ്ദണ്ഡനെ തർക്കിച്ച് തോൽപ്പിച്ചത്. ആ ഉദ്ദണ്ഡൻ തലതാഴ്ത്തിപ്പോയി ഒരു കുട്ടിയുടെ അടുത്ത് തോറ്റു. ആദ്യത്തെ പറച്ചിൽ എന്തായിരുന്നു? നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ കുട്ടി വളരെ ചെറുപ്പല്ലേ എന്നുള്ളത് പണ്ഡിത ഭാഷയിൽ പറഞ്ഞു. ആകാരോ ഹ്രസ്വ, ആകാരം വളരെ ചുരുങ്ങിയതാണല്ലോ എന്ന്. ഉടനെ ആ കുട്ടി പറഞ്ഞു നഹി ആകാരോ ദീർഘ എന്ന്. ഉദ്ദണ്ഡൻ തോറ്റു. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി, വലിപ്പം, അത് വളരെ ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആകാരം ദീർഘമാണല്ലോ. ആ കുട്ടി അതുമ്പോൾ പൊത്തിപ്പിടിച്ച് കയറി പറയാണ് ആകാരോ ദീർഘ എന്ന്. കഴിഞ്ഞില്ലേ കാര്യം? ഉദ്ദണ്ഡൻ തോറ്റു. ആ പണ്ഡിതനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ ആവശ്യപ്പെട്ട മന്ത്രവും തന്ത്രവുമായി ജനിച്ച ആ കുട്ടി ആ പണ്ഡിതനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ സാധിക്കാത്തത് കൂട്ടരെ? ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. വളരെയധികം പഴക്കമല്ല. എത്ര കൊല്ലാന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. 100 200 അങ്ങാണ്ട് കൊല്ലങ്ങളെ ആയി കാണുള്ളൂ. അപ്പം നമുക്ക് നല്ല കുട്ടികൾ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ഒരൊറ്റ ആൾ സംശയിക്കരുത്.
നിങ്ങൾ നല്ല ഒരു കുട്ടി ഉണ്ടാവണം. ആ കുട്ടിക്ക് നിങ്ങൾ രൂപം കൊടുത്തോളൂ. ഒരു ശില്പി തൻ്റെ ശില്പത്തിന് രൂപം കൊടുക്കുന്നത് മാതിരി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന ശിശുവിൻ്റെ രൂപം മനസ്സിൽ ഉദിച്ച് എന്തെല്ലാം തോന്നുന്നു ആ പൊട്ടും കൂത്തും ഒക്കെ വെച്ചോളൂ അതിന്. അതുപോലെ ജനിക്കും. അങ്ങനെയാണ് ഈ കുട്ടി ജനിച്ചത്, കപിലൻ. എന്തിനാ ജനിച്ചിരിക്കണത്? അമ്മയ്ക്ക് മോക്ഷത്തിന് വേണ്ടി, അമ്മയ്ക്ക് മോക്ഷത്തിന് വേണ്ടി തത്വോപദേശം നൽകാൻ, തത്വോപദേശം നൽകാൻ, തത്വോപദേശം നൽകാൻ. അത് ആരോടാ ആവശ്യപ്പെട്ടത്? ഭർത്താവിനോട്. ഭർത്താവും അതനുസരിച്ച് പെരുമാറി. സ്വതവേ തപസ്വിയാണ്, തപോനിഷ്ഠയുണ്ട്. ഇതും കൂടി ആയപ്പോൾ കുറച്ച് കൂടി. എന്നിട്ട് ഗർഭം ധരിക്കുന്നതിന് മുമ്പും ധരിച്ചപ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലറിയാം, നല്ല ഒരു കുട്ടി അമ്മയെ ഉപദേശിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചാൽ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അവൻ നോക്കിക്കോളും. 9 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ എൻ്റെ പാട്ടിൽ തപസ്സിന് പോവാണ്. ആ ഗൃഹസ്ഥാശ്രമമോ ദാമ്പത്യ ജീവിതമോ ഭാര്യ സാന്നിധ്യമോ ഭാര്യയ്ക്കുണ്ടായേക്കാൻ പോകുന്ന അനാഥത്വമോ ഒന്നും ആ ഭർത്തൃ മനസ്സിൽ ഉദിച്ചില്ല. കൂട്ടരെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒക്കെ ശ്രീമദ് ഭാഗവതക്കാരാ. കാര്യം പറയുമ്പോൾ മാത്രം മനസ്സിലാക്കില്ല. ആ ഭർത്താവിൻ്റെ മനസ്സിൽ ഈ വക ചോദ്യങ്ങളൊന്നും ഉദിച്ചില്ല. എല്ലാവരും കൂടി തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് തന്നതാണ് ഒരു കന്യകയെ. അവരെല്ലാവരും എന്തിൻ്റെ പേരിലാണ് തന്നത്? എൻ്റെ തപസ്സിൻ്റെ പേരിൽ. ആ തപപ്രഭാവമാണ് എല്ലാറ്റിനും മുന്തി നിൽക്കുന്നത്. അതിനുവേണ്ടി പോവാൻ കാത്തിരിക്കുക. അങ്ങനെ അസാധാരണവും അലൗകികവുമായിരുന്നു ഈ കപിലൻ്റെ ജന്മം. എവിടെയെങ്കിലും അസാധാരണമായിരിക്കുന്ന മഹിമയോ മേന്മയോ തേജസ്സോ കണ്ടാൽ ഉടനെ നമ്മൾ പറയും ഈശ്വരൻ്റെ അവതാരമാണെന്ന്. ഈ ഈശ്വരനെ കണ്ടിട്ടൊന്നും അല്ല പറയണേ കേട്ടോ, ഈശ്വരാവതാരമാണെന്ന് പറയുക. എന്താ? എല്ലാറ്റിനും മുമ്പ് നിൽക്കുന്നത്, മികവുറ്റതാണല്ലോ ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ്റെ അവതാരമാകണം. അസാധാരണത്വം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ. പുത്രൻ ജനിച്ചു, ജനിച്ചു. വളരുമ്പോൾ അച്ഛന് നല്ല പോലെ മനസ്സിലായി കർദമന് പുത്രൻ്റെ അപൂർവമായിരിക്കുന്ന ദിവ്യത്വം. തൻ്റെ കുട്ടി വളരെ ദിവ്യത്വത്തോടു കൂടി ജനിച്ചിരിക്കുകയാണ്, ഭഗവാന്റെ രൂപം തന്നെ എന്ന് പറഞ്ഞ് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആദരിക്കാനുമുള്ള വിശേഷപ്പെട്ട മനസ്ഥിതി അച്ഛനായിട്ടും ഈ കർദമൻ്റെ മനസ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സത്യം ഗ്രഹിക്കുന്ന സമയത്ത് അവിടെ ഒരു കാര്യവും ഒരു ബന്ധവും നമുക്ക് തടസ്സമായി നിൽക്കരുത്. തൻ്റെ കുട്ടി വിശേഷപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ വിശേഷപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മനസ്സിൽ തോന്നണം. അത്രയ്ക്ക് വിശേഷമുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിൽ നമിക്കാൻ നമസ്കരിക്കാനും തോന്നണം. അപ്പോൾ പുത്രനെ സ്വീകരിക്കാൻ നല്ല പോലെ മനസ്സിലായി, സ്വീകരിച്ചു. ഈശ്വരൻ്റെ മുൻപിൽ എങ്ങനെയോ അതേപോലെ ആ പുത്രൻ്റെ മുൻപിൽ ആ വിശേഷപ്പെട്ട ജന്മത്തെ സ്തുതിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത് പ്രണമിച്ചു നിന്നു, വണങ്ങി നിന്നു. അങ്ങനെ വന്നപ്പോൾ ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ വല്ല വിഷമം ഉണ്ടായോ? വിഷമമുണ്ടായില്ല. എന്തിനെ കണ്ടിട്ടാണ് ഈ വാഴ്ത്തിയത്? പുത്രനിലുള്ള അമാനുഷത്വമോ അപൂർവ ദിവ്യത്വമോ കണ്ട്. അപ്പോൾ ആ അപൂർവ ദിവ്യത്വം ഉള്ള കുട്ടി സ്വയം അത് മനസ്സിലാക്കി അച്ഛൻ്റെ വാക്കുകളുടെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ച് സ്വയം അവിടെ മിണ്ടാതെ അതിന് കാരണമായിട്ട് നിന്നു. നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള സങ്കല്പമുണ്ട്. വയസ്സുകൊണ്ടുള്ള വാർദ്ധക്യം, വയസ്സുകൊണ്ടുള്ള വാർദ്ധക്യം, പിന്നെ അറിവ് കൊണ്ടുള്ള വാർദ്ധക്യം. ജ്ഞാനവൃദ്ധൻ, വയോവൃദ്ധൻ എന്ന് 2 വൃദ്ധന്മാരാണ് അവിടെ. അതിൽ വയോവൃദ്ധന്മാരെ നമ്മൾ പോയി പ്രണമിക്കും, ആദരിക്കും. അതുമാതിരി ജ്ഞാനവൃദ്ധന്മാർ, അവർക്ക് വയസ്സ് ചെറുപ്പമായാലും അവരെയും പോയി ആദരിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിശേഷപ്പെട്ട ഒരു വശമാണത്. കപിലൻ അച്ഛൻ്റെ മുഖം നോക്കി, തന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ മുഖം നോക്കി പറയാണ്, ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വായ സമ്മതായ ആത്മദർശനേ. ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ. എൻ്റെ ഈ ജന്മം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ജനങ്ങൾക്കെല്ലാം തത്വോപദേശം, തത്വം മനസ്സിലാക്കി ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ ജന്മം. സാധാരണ കുട്ടികൾ ജനിക്കുന്നത് അച്ഛനമ്മമാരെ നോക്കാനും രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്.
എൻ്റെ ഈ ജന്മം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. ആദ്യമേ മുതൽക്ക് ജ്ഞാനം ജ്ഞാനം, തത്വം തത്വം, ഉപദേശം ഉപദേശം. മറ്റുള്ളവർക്ക് മനസ്സിലുള്ള അല്ലലും അലട്ടുമെല്ലാം നീങ്ങി അവർക്ക് സമാധാനവും ശാന്തിയും സാഫല്യവും അനുഭവപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്ന അജ്ഞാന മോഹഭ്രമങ്ങളെല്ലാം നീക്കിക്കിട്ടാൻ വേണ്ടി മനസ്സിലും ബുദ്ധിയിലും നുഴഞ്ഞു കയറി അവിടെയുള്ള കുപ്പിയും ചറ്റിയും ഒക്കെ അടിച്ച് തെളിച്ച് മാറ്റി തുടച്ച് വെടുപ്പാക്കാനുള്ള ഉപദേശം നൽകാനാണ് എൻ്റെ ഈ ജന്മം. മുമുക്ഷൂണാം ദുരാശയാത്. നമ്മുടെ മനസ്സ് ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ പിണങ്ങി അങ്ങോട്ട് കിടക്കുക, കൂട്ടുപിണങ്ങി അങ്ങോട്ട് കിടക്കുകയാണ്. അത് രക്ഷപ്പെടാനായി അതെങ്ങനെ രക്ഷപ്പെടുത്തും? ആത്മാ എന്നൊരു സങ്കല്പമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ആ ആത്മാ എവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കണ്ടെത്തും? അവിടേക്ക് നോക്കാൻ കണ്ണെത്തില്ല. അപ്പോൾ പിന്നെ ബുദ്ധിക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടേ പറ്റുള്ളൂ. ആത്മാ എന്ന് പറയുന്നത് ഒരു തലമാണ്. ആ തലത്തിൽ എത്തണമെങ്കിൽ എന്തു വേണം? ഇന്ദ്രിയ തലങ്ങളെ വിട്ട് മേപ്പോട്ട് ഉയരണം, പഞ്ചഭൂതങ്ങൾ വിടണം, പഞ്ചതന്മാത്രകൾ വിടണം, ഇന്ദ്രിയങ്ങളെയും വിടണം. 15 അത് കഴിഞ്ഞാൽ ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. ഈ തലങ്ങളെയൊക്കെ താണ്ടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധം നിർമ്മലമായ സ്വച്ഛമായ ഒരു വിശേഷപ്പെട്ട തലമുണ്ട്, ആത്മതലം. ഇങ്ങനെ എണ്ണിക്കണക്കാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഖ്യസിദ്ധാന്തം എന്നൊന്നുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് എൻ്റെ ജന്മം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന ആത്മതത്വമുണ്ടല്ലോ. എല്ലാവരും പറയണു ഞാൻ എന്ന്. എന്തായി ഞാൻ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആ വാക്കിൻ്റെ അർത്ഥം മുഴുവനും കിടക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അപ്പുറത്ത് നോക്കില്ല. നോക്കുക ഞാൻ എവിടെ? അത് ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 6 അടി ഉയരം, ഒരു 1.5 അടി വീതി, ഏതാണ്ട് ഒരു 1.25 അടി വണ്ണവും. ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ലോകത്തെ മുഴുവനും പേറി നടക്കുന്ന പരബ്രഹ്മം എന്ന് പറയുന്ന പരമാത്മാ അധിവസിക്കുന്നത്. അതിനെയാണ് ഞാൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഉണ്ടെന്നറിയാം, ഏതാണ്ട് അനുഭവമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടുള്ള അനുഭവമില്ല. അതിന് തടസ്സം നിൽക്കുന്നത് അറിവില്ലായ്മയാണ്, ഭ്രമമാണ്, മോഹമാണ്, ആശാപാശങ്ങളാണ്. അതിനെയൊക്കെ തട്ടിക്കളഞ്ഞ് ആ ആവരണങ്ങളെ മുഴുവനും മാറ്റി ആത്മതലത്തെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന സാഖ്യ സിദ്ധാന്തമുണ്ടല്ലോ, അത് ഉപദേശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ജന്മം. ഏഷാത്മപഥോ വ്യക്തോ നഷ്ടഃ കാലേന ഭൂയസ തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധി മയാഭൃതം. അച്ഛനോട് പറയാണ് കുട്ടി, ഏഷ ആത്മപഥോ വ്യക്തോ നഷ്ടഃ കാലേന ഭൂയസ. ഈ സാഖ്യം എന്ന് പറയുന്ന ഈ എണ്ണിക്കണക്കാക്കി പറഞ്ഞു കൊടുക്കുന്ന ആ ആത്മതത്വോപദേശം, ഇത് പഴയ കാലം മുതൽക്കേ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു, നമ്മുടെ സംസ്കാരമാണ്. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാവണു. അതിലിത് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യരുടെ മനസ്സിതിൽ ഏശനില്ല, അതൊക്കെ വിട്ടുകളഞ്ഞു. അങ്ങനെ വിട്ടുകളഞ്ഞ് ഏതാണ്ട് നഷ്ടപ്രായമായിരിക്കുന്ന ഈ തത്വം ഞാൻ മൂലമൊന്ന് പുനരാവിഷ്കരണം നടത്തി വരാൻ പോവുകയാണ്. തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധി മയാഭൃതം. ഈ ആത്മതത്വം നഷ്ടപ്പെട്ടതായ ഈ തത്വത്തെ മനസ്സിലാക്കി ഈ ലോകത്തിൽ ദേഹത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്, ഒരു വിധത്തിലുള്ള ബാധയും ബന്ധനവുമില്ലാതെ എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി എനിക്ക് സംസാരിക്കണമെങ്കിൽ നാവ് വേണം, അപ്പോൾ വായ വേണം, വായ വേണമെങ്കിൽ മുഖം വേണം, അപ്പോൾ തലച്ചോറ് വേണം, കഴുത്ത് വേണം, ഹൃദയം വേണം, കൈകാല് വേണം, എല്ലാം വേണം. അങ്ങനെ ദേഹത്തോടു കൂടി ഞാൻ ജനിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എൻ്റെ അച്ഛ എന്ന് കുട്ടി അച്ഛനോട് പറയുന്നു അത്രേ. നിങ്ങൾ ഗൃഹസ്ഥന്മാരാണ് ഇതൊക്കെ വായിക്കേണ്ടത്. നമുക്കുണ്ടാവുന്ന കുട്ടികളെ ഈ കച്ചവടക്കാർ മാത്രം അങ്ങനെയാണോ? അല്ല. എങ്ങനത്തെ കുട്ടികൾ വേണമെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ജനിക്കാം. അത് ജനിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വൈശിഷ്ട്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ആ വൈശിഷ്ട്യത്തിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവനും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വീട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ വീട് കൊണ്ട് മാത്രം വളരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വേണോ, ഭദ്രത വേണോ, അത് വീട്ടിലുള്ള ജീവിതം കൊണ്ട് ഉണ്ടാവില്ല. അവിടെ നഷ്ടക്കച്ചവടമാണ് കൂടുതലും. അതിലെന്തെങ്കിലും ഒരു നന്മ നേടണമെങ്കിൽ
ഈശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവസന്നിധികളിൽ ചെല്ലൂ. അവിടെ അരമണിക്കൂറെങ്കിലും ചെലവ് ചെയ്യൂ. നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ലോകവിലക്ഷണമായിരിക്കുന്ന കാര്യങ്ങളാകട്ടെ. അവിടെയാണ് കർപ്പൂരം കത്തിക്കുക, സാമ്പ്രാണി പുകയ്ക്കുക. ഇതൊന്നും നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യാത്ത കാര്യങ്ങളാണ്. അവിടെയാണ് പൂജ നടത്തുന്നത്, അവിടെയാണ് ദീപാരാധന കാണിക്കുന്നത്. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദിവ്യത്വം കുറേശ്ശെ ആയിട്ട് കടന്ന് നുഴഞ്ഞു കയറട്ടെ. ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നിങ്ങൾക്ക് ഗൃഹസംസ്കാരം കൊണ്ട് മാത്രം ഒരിക്കലും ഔന്നത്യം വരാൻ പോകുന്നില്ല. ആ ഔന്നത്യത്തിനുള്ള വഴി ഇത് മാത്രമാണ്. അതാണ് ഒരു ദേവസന്നിധി. നമുക്ക് 10 വീടുണ്ടെങ്കിൽ അവിടെ ഒരു ക്ഷേത്രം വേണമെന്നാണ് നമുക്ക് നിർബന്ധം. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ, പക്ഷെ ക്ഷേത്രത്തിലുള്ളത് എല്ലാവരും കൂടി കുറേശ്ശെയായിട്ട് നോക്കണം. ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഗൃഹകാര്യങ്ങൾ പറയരുത്. അമ്മാമൻ വന്നുവോ പോയോ, മക്കൾ ഇന്ന് വന്നു, അവരെന്നാ മടങ്ങി പോവുക, എത്രയുണ്ടോ, ഇതൊന്നും ചോദിക്കരുത്. അവിടെ നിങ്ങളുടെ ചെവിയിൽ കേൾക്കണതൊക്കെ ഭഗവാന്റെ കാര്യങ്ങളായിരിക്കണം. തൊഴുക, നമസ്കരിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, വായ കൊണ്ടും മനസ്സുകൊണ്ടും ജപിക്കുക, നാമം ഉരുവിടുക, സ്തോത്രങ്ങൾ അറിയാമെങ്കിൽ വായിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെ പലതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു ക്ഷേത്രം ഒരു ദേശത്തിലുണ്ടെങ്കിൽ അതിനെ അധപ്പതിച്ച് പൊളിഞ്ഞു പോവാൻ, പാളീസാവാൻ അനുവദിക്കാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പുനർനിർമ്മാണം നടത്തി നിലനിർത്തി കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ, നാരായണാശ്രമ തപോവനം, ഞങ്ങളെല്ലാം കൂടി 7 ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചു തന്നത് അതിൻ്റെ ഊരാളന്മാർക്കത് നടത്താൻ പറ്റില്ല എന്നുള്ളൊരു നില വന്നപ്പോൾ സ്വാമിമാരെ നിങ്ങളെങ്കിലും ഇതൊന്ന് നേരെയാക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നതാണ്. ഓരോ കൊല്ലവും ഈ ക്ഷേത്രത്തിൽ കാര്യമായിട്ട് ഒരു ചെലവ് നമുക്ക് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 5000-ഉം 10,000-ഉം ഒന്നുമല്ല, ചില ലക്ഷങ്ങളോളം രൂപ ഞങ്ങൾക്ക് ചെലവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ വരുന്നതിന് കാലത്ത് നമ്മുടെ ഐകുന്ന് പാണ്ഡവഗിരി ദേവീ ക്ഷേത്രത്തിൽ സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നു. സ്വാമിജി അവിടെ മണ്ഡലക്കാലത്ത് വിശേഷിച്ച് ശീവേലിയൊക്കെ നടത്തുന്നുണ്ടായി. ആ ശീവേലി നടത്തിയിട്ട് അതിന് പണം കൊടുക്കാൻ വേണം. എത്ര വേണം? 2 ലക്ഷം ഉറുപ്പിക വേണം. അത് നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാറാണ് ഉള്ളത്. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് വന്നതെന്ന്. 2 ലക്ഷം ഉറുപ്പികയോ? അപ്പോൾ എങ്ങനെയാണ് അവിടെ കളക്ഷനൊന്നും ഉണ്ടായില്ലേ? അത്രയൊന്നും ഉണ്ടായില്ല, അത് മതിയായില്ല എന്ന് പറയുക. അപ്പോൾ ഈ ക്ഷേത്രം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വരവ് പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ചിലവാണ്. ഒരു വിളക്കെങ്കിലും വെക്കണമെങ്കിൽ അവിടെ ഷീട്ടാക്കുമ്പോൾ പൈസ കൊടുക്കണം. ഒരു പുഷ്പാഞ്ജലി നടത്തണമെങ്കിൽ അതിനും വേണം. അങ്ങനെ നമ്മളെ കൊണ്ട് ഭഗവാന്റെ പേര് പറഞ്ഞ് ചെലവ് ചെയ്യിക്കാനാണ് ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള സംസ്കാരം, പുണ്യം അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അവിടെ നല്ല നല്ല തത്വങ്ങളും ഇതിഹാസ പുരാണങ്ങളും എല്ലാം വായിക്കണം, കേൾക്കണം. ശ്രീമദ് ഭാഗവതം അതും കാതലായി കഴുമ്പായി എസൻസ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം ഞാനും ശ്രീമദ് ഭാഗവതം തന്നെയാണ് പറയുന്നത്. അതിലുള്ള കാര്യങ്ങളെ പ്രസക്തമാക്കി ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. മനുഷ്യ സമാജത്തിൽ എന്ത് നന്നാവണമെങ്കിലും അതിനുള്ള വഴി വിജ്ഞാനമാണ്, വിജ്ഞാപനമാണ്. മനസ്സിനെ ഉദ്ബോധിപ്പിക്കുക, ബുദ്ധിയെ ഉദ്ബോധിപ്പിക്കുക. മനസ്സിലും ബുദ്ധിയിലും മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും സംസ്കാരവും വളർത്തിയെടുക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കുട്ടികളൊക്കെ കെങ്കേമന്മാരാവണം. എങ്ങനെയാ? ശരീരം 21 വയസ്സായ വളർച്ച നിന്നു. പിന്നെ കേമത്തം എവിടെ കൊണ്ടാ? ശരീരം കൊണ്ടാ? അല്ല, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഉൾ വ്യക്തിത്വത്താൽ. അവിടെയാണ് നമുക്ക് നേട്ടം മുഴുവൻ വരുന്നത്. ആ നേട്ടത്തിനുള്ള കാര്യങ്ങളേ ഇവിടെ പറയുന്നുള്ളൂ. അതല്ലാത്തതൊന്നുമില്ല. മനസ്സിനെ സമ്പുഷ്ടമാക്കാൻ, ബുദ്ധിയെ വികസിപ്പിക്കാൻ, വിജ്ഞാന പ്രതിബദ്ധത വളർത്താൻ, ജീവിതം നന്നാവാനുള്ള ധർമ്മങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എന്തെന്തെല്ലാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ. ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ ഏഷ ആത്മപഥോ വ്യക്തോ നഷ്ടകാലേന ഭൂയസ
തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധി മയാഭൃതം. ഞാൻ ഈ ദേഹം ധരിച്ച് പേരിന് അങ്ങയുടെ പുത്രനായി ഇവിടെ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാ. അങ്ങനെ ആ ഒരു കുട്ടി കപിലൻ അമ്മ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഒരു കുട്ടി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ടേപ്പ് റെക്കോർഡറൊന്നുമില്ല അന്ന്, CD ഒന്നുമില്ല അന്ന്, വോയിസ് റെക്കോർഡറൊന്നുമില്ല. ആ കുട്ടി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആ കൊടുത്ത സംഗതി അതിൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ, മേന്മയുടെ പേരിൽ, സർവാനുഗ്രഹകരത്വത്തിൻ്റെ പേരിൽ അത് നമുക്ക് പകർത്തി തരാൻ ഒരു വ്യാസമഹർഷി ഉണ്ടായി. അതാണ് അവിടുത്തെ വിശേഷം. ആരെന്താ എവിടെ വെച്ച് സംസാരിച്ചോട്ടെ, ആ സംസാരിച്ചത് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസ്കാരവും ഒരു സമ്പത്തും ഒരു മഹിമയുമായി വളരണമെങ്കിൽ അത് അർഹിക്കുന്ന ഒരു രൂപം കൊടുത്ത് അതിനെ എഴുതി രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുൻപിൽ വായിച്ച് അവതരിപ്പിക്കുന്നത്. ഒരു കുട്ടി സംസാരിച്ചു. ശ്രീരാമനും ഭരതനും കൂടി അവിടെ വനത്തിൽ വെച്ചൊരു സംസാരം നടന്നു. ദശരഥൻ മരിച്ചുപോയിരുന്നു ചിത്രകൂടത്തിൽ. അവർ രണ്ടാളും കൂടി സംസാരിച്ചു. എല്ലാവരും ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുകയാണ്. ഭരതൻ ഇതാ ശ്രീരാമനെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ശ്രീരാമനാണെങ്കിൽ 14 കൊല്ലത്തേക്ക് വനത്തിലേക്ക് പോയി ഞാൻ എല്ലാം വിട്ടിരിക്കണമെന്ന്. അങ്ങനെ വനത്തിലേക്ക് പുറപ്പെട്ട് ചിത്രകൂടത്തിൽ തങ്ങിയിട്ടുള്ള ശ്രീരാമൻ ഇവിടെ എന്തു ചെയ്യാൻ പോണു? ഭരതൻ എന്തു ചെയ്യാൻ പോണു? എല്ലാവരും ആകാംക്ഷയോടുകൂടി നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരുടെയും തമ്മിലുള്ള സംസാരം. ഭരതൻ പറഞ്ഞതെന്താ? അച്ഛൻ മരിച്ച വൃത്താന്തം, അതിന് അവിടുന്ന് കിട്ടാവുന്ന ലന്തക്കുരുവൊക്കെ എടുത്ത് ശ്രീരാമൻ പിണ്ടവും തർപ്പണവും ഒക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഭരതൻ എങ്ങനെയാ തൻ്റെ കഥനം അവതരിപ്പിക്കാൻ പോകുന്നത്? ശ്രീരാമൻ എങ്ങനെയാ ഈ ഉറ്റ സഹോദരനോട് സംസാരിക്കാൻ പോകുന്നത്? ഭരതൻ പറയാണ്, ഞാനില്ലാത്തപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തട്ടിയെടുത്ത രാജ്യം, അമ്മയ്ക്ക് സിംഹാസനത്തിലിരിക്കാനാണെങ്കിൽ എനിക്ക് പറയാൻ ഒന്നുമില്ല. എനിക്ക് വേണ്ടി തട്ടിയെടുത്തതാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ ഞാനാണ്. ഞാനില്ലാത്തപ്പോഴാണ് അമ്മ ഇത് അപഹരിച്ചെടുത്തത്, എന്നോട് ചോദിച്ചെടുത്തതല്ല. ഞാൻ പറയണു എനിക്ക് സിംഹാസനം വേണ്ട. എൻ്റെ സഹോദരന് വർജ്യമായിട്ടുള്ളത്, എൻ്റെ സഹോദരന് തിരസ്കരിക്കപ്പെട്ടത് അനുജന് ഒരു കാലത്തും സ്വീകാര്യമല്ല. ഞങ്ങൾ രണ്ടുപേരും 2 ശരീരത്തിലാണെന്നേ ഉള്ളൂ, ഒറ്റ ജീവനും ഒരാത്മാവുമാണ്. അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കണില്ല. ഇനി എൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഞാനിതാ എൻ്റെ പൊന്നു ജ്യേഷ്ഠ അങ്ങയുടെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച് പറയണു, തിരിച്ചു വന്ന് സിംഹാസനത്തിൽ ഇരിക്കൂ എന്ന്. ശ്രീരാമൻ എന്ത് പറഞ്ഞു? എൻ്റെ ഭരത, നീ എന്നും എനിക്ക് കണ്ണിലുണ്ണിയാണ്. ഇങ്ങനെയുള്ള ഒരു നിവേദനം സമർപ്പിച്ചതിൻ്റെ പേരിൽ കൂടുതലും നീ അങ്ങനെയായി. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നമുക്ക് അമ്മമാർ വേറെയാണ്, അച്ഛൻ ഒന്നാണ്. ആ അച്ഛൻ ഭൂമിയിലില്ല, സ്വർഗത്തിലാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു പോയ വാക്കിനെ നമുക്ക് ആർക്കും തിരുത്തി എഴുതാൻ പറ്റില്ല. അച്ഛൻ തന്നെ വന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ മാറ്റേണ്ട കാര്യം ആലോചിക്കാം. അദ്ദേഹം ഇല്ലല്ലോ. ആ അച്ഛൻ്റെ വാക്ക് പ്രകാരം 14 കൊല്ലം ഞാൻ ദണ്ഡകാരണ്യത്തിൽ വൃക്ഷഛായയിൽ കഴിഞ്ഞുകൂടിക്കോളാം. അതാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. ഈ 14 കൊല്ലക്കാലം അയോധ്യയുടെ സിംഹാസനത്തിൽ ആതപത്രത്തിൻ്റെ ചുവട്ടിൽ നിൻ്റെ ജീവനും പരിലസിക്കണം. ഇത് അന്യഥാകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിനെപ്പറ്റി ചിന്തിക്കരുത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സോദര, നീ പിന്നാക്കം പൊക്കോ, അവിടെ ചെന്ന് സിംഹാസനത്തിലിരുന്ന് ഭരിക്കുക. ഭരതന് കാര്യം മനസ്സിലായി. ശരി, ഞാൻ പോകാം, എനിക്ക് ജ്യേഷ്ഠൻ്റെ മെതിയടികൾ വേണം എന്ന് പറഞ്ഞ് 2 എണ്ണവും മേടിച്ചുകൊണ്ട് പോയി. ആ കുട്ടി നന്ദിഗ്രാമത്തിൽ ചെന്നാണ് ഭരിച്ചത്. അയോധ്യയ്ക്ക് തിരിച്ചു പോയില്ല. 14 ദിവസം ഞാൻ എണ്ണി ഇവിടെ ഇരിക്കും. 14 കൊല്ലം. ആ 14 കൊല്ലം കഴിഞ്ഞ് ജ്യേഷ്ഠൻ നാട്ടിൽ വന്നില്ല, അയോധ്യയിലെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അഗ്നിയിലെടുത്ത് ചാടും എന്നുള്ള ദൃഢവ്രതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചു പോകുന്നത്. ചിത്രകൂടത്തിൽ വെച്ച് 2 സഹോദരന്മാർ തമ്മിൽ നടന്ന ഈ സംവാദം, 2 സഹോദരന്മാർ തമ്മിൽ നടന്ന സംവാദം ഏതാണ്ട് കുറച്ച് പേര് 4 ഭാഗത്തും ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ഈ വിശാലമായ ഭാരതത്തിൽ കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ ഇന്നും
ആത്മഗാനമായി പരിലസിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ? തപോധനനായിരിക്കുന്ന വാൽമീകി താളിയോലകളുടെ നാരുകൾ മുറിച്ച് എഴുതിയിട്ടുള്ള ആ രാമായണം എന്ന് പറയുന്ന ആ ഗാനരചനയുണ്ടല്ലോ, അതൊരൊറ്റെണ്ണത്തിൻ്റെ പേരിലാണ് നമുക്ക് ഈ സംവാദം ലഭ്യമായിരിക്കുന്നത്. തപോധനൻ്റെ തൂലികയ്ക്കുള്ള മഹിമ, അതിന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം, അതിന് സ്ഥാപിക്കാൻ സാധിക്കുന്നതായ സംസ്കാരത്തിൻ്റെ പ്രഭാവം, ഇതെല്ലാമാണിത് വിളിച്ചു പറയുന്നത്. ഭാരതത്തിൻ്റെ മഹിമ ഇതാണ് കൂട്ടരെ. ഇവിടെ ജനിച്ച ഒരു കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. എവിടെ കാണും കേൾക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്പത്തും ഇങ്ങനെ ഒരു വൈഭവവും? ഇത് നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. ഇത് നടക്കാൻ വിരോധമില്ല. മനുഷ്യഗർഭത്തിലൂടെ, മനുഷ്യ ശരീരത്തിലൂടെ സർവ്വവിധ നന്മയ്ക്കും തിന്മയ്ക്കും പാത്രങ്ങളും കാരണവും ഉറവിടവുമാണ് നമ്മൾ. നമ്മുടെ ശരീരം മാത്രമേ ഭൗതികമായിട്ടുള്ളൂ. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരം പാർപ്പിക്കുന്നതായ ഒരു ചേതനാമയമായ ഒരു ഉൾവ്യക്തിത്വമുണ്ട്. അത് ഭൗമമല്ല, ഭൗതികമല്ല, അത് തികച്ചും ദിവ്യമാണ്. നിങ്ങളുടെ മനസ്സ് ദിവ്യമാണ്, നിങ്ങളുടെ ബുദ്ധി ദിവ്യമാണ്, നിങ്ങളുടെ അഹങ്കാരവും ദിവ്യമാണ്. ഭൗമമോ ഭൗതികമോ അല്ല. അവിടെ എന്തും നടക്കാം. എന്ത് നടക്കണം എന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ കുടുംബം വൈകുണ്ഠമാകണമോ കൈലാസമാകണമോ, അതോ എൻ്റെ കുടുംബം ഒരു ചന്തപ്പുരയാകണമോ എന്ന് നിങ്ങളാണപ്പോൾ നിശ്ചയിക്കാൻ, വേറൊരാളല്ല. ഇതിന് സ്വർഗത്തിൽ നിന്നൊരു നിശ്ചയം താഴത്ത് പൊട്ടി വീഴാൻ പോകുന്നില്ല. ഈ നിശ്ചയം ആ ഗൃഹവാസികളുടെ ഉള്ളിൽ ഉടലെടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഈ കപിലനെ അവതരിപ്പിക്കുന്നത് വഴി മനുഷ്യ മനസ്സിൻ്റെ സാധ്യതകളെയാണ് മഹർഷി നമ്മുടെ മുൻപിൽ പറഞ്ഞു ധരിപ്പിക്കുന്നത്. അരുമയോടുകൂടി, അങ്ങേയറ്റം സ്നേഹപ്രതിബദ്ധതയോടുകൂടി അറിയിപ്പിക്കുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ ഒരു വിരോധവുമില്ല. അശരീരി വാക്ക് കേട്ടു. എന്ത്? കംസ, നിന്റെ സഹോദരിയിൽ 8ാമത് ജനിക്കാൻ പോകുന്ന ഗർഭമുണ്ടല്ലോ, ആ 8ാമത് ജനിക്കുന്ന കുട്ടിയാണ് നിന്നെ കൊല്ലാൻ പോണത് എന്ന് മുൻകൂട്ടി ഒരു നോട്ടീസാ കൊടുത്തു. ഉടനെ ദേവകിയെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ ഇടപെട്ട് പാടില്ല, കുട്ടിയല്ലേ കൊല്ലാൻ പോണത്, ഞാൻ എല്ലാ കുട്ടികളെയും തരാമെന്ന് പറഞ്ഞു വസുദേവൻ. അങ്ങനെ ആ ആപത്ത് അങ്ങനെ ഒഴിഞ്ഞുപോയി. ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ എത്ര പ്രതിബദ്ധതയോട് കൂടിയാണ് ആ വസുദേവൻ ആ കുട്ടിയെ കംസൻ്റെ കയ്യിൽ കൊല്ലാൻ വേണ്ടി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിക്കണപ്പാ. ഞാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ആശ്രമത്തിൽ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ വലിയ ഭക്തന്മാരാ, നിങ്ങളുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, അതേ നിൻ്റെ സഹോദരൻ ദുഷ്ടനാണ്, അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ നിൻ്റെ ഗർഭത്തിൽ 8ാമത് വന്ന് ജനിക്കാൻ പോണു. അല്ല, നിൻ്റെ കുട്ടിയായി ജനിച്ച് നിൻ്റെ സഹോദരനെ ഞാൻ കൊല്ലും, നീ അത് സ്വീകരിക്കില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? എൻ്റെ മുമ്പിലുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു സ്വീകരിക്കില്ല. പിന്നെ എന്ത് ഭക്തന്മാരാ നിങ്ങൾ? നിങ്ങളുടെ ഭക്തിയൊക്കെ പൂച്ചാണ്, പുറം പൂച്ച്, അതിൽ ഒരു കഴമ്പൂല. ഭഗവാനാണ് ഈ പറയുന്നതപ്പാ. നിങ്ങൾ ആരാധിക്കുന്ന ഭഗവാൻ, ലോകത്തിൽ എല്ലാറ്റിൻ്റെയും ഉറവിടമായിരിക്കുന്ന ഭഗവാൻ, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പിന്നിലുള്ള ശക്തി, ഹൃദയമിടിപ്പിൻ്റെ പിന്നിലുള്ളത്, അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷം നിങ്ങളോട് പറയാണ്, ഞാൻ ഇന്നത് ചെയ്യാൻ പോണു, നിൻ്റെ സഹായം വേണം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ പറയേ. എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഭാരതീയ ഹൃദയത്തിനും അത് പറയാൻ സാധിക്കില്ല. നിങ്ങൾ അറിയാത്തത് കൊണ്ട്, അജ്ഞാനത്തിൻ്റെ പേരിൽ പറയുകയാണ്. ആലോചിച്ച് പറയുക എന്നോട്. ഭഗവാൻ പറയുകയാണ്. ദേവിക്ക് ഒരു വാക്ക് മിണ്ടിയില്ല. പാവം, 7 എണ്ണത്തിനെ പെറ്റു, 8ാമതും പെറ്റു. എന്നിട്ട് ആ കുട്ടിയെ ഉടനെ കൊണ്ടുപോയി പെൺകുട്ടിയെ കൊണ്ട് കിടത്തി. അതും ചെയ്തു ഈ വസുദേവൻ. എന്താ ഇവിടെ ചെയ്യാത്തത്? ഞാൻ പറയും, ഇന്നും അതേമാതിരി ഒരു കുട്ടി ആ ദേവകിയുടെ മനസ്സിൽ എത്ര തപസ് കഴിഞ്ഞിട്ടുണ്ടാവണം, എത്ര ശുദ്ധി വേണം, എത്ര മഹത്വം വേണം, മേന്മ വേണം, മഹിമ വേണം. അതേമാതിരി ഒരു കുട്ടി 8, 10, 12 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിലും ഒന്ന് ജനിക്കുന്നുണ്ടെങ്കിൽ അതും കൃഷ്ണനായി തീരും എന്ന് ഭൂമാനന്ദ സ്വാമിജിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. നിങ്ങളുടെ ഗൃഹങ്ങളിൽ നടക്കുന്ന ഗർഭം ഇങ്ങനെ
അവതരിക്കുന്നതല്ല. അതിങ്ങനെ ടി വിയും കണ്ട് ഹണിമൂണും കഴിഞ്ഞ് ചാപ്പൂ എന്നൊക്കെ പറഞ്ഞു പോയി ടപ്പായി ഡോക്ടർ പറയണു ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. വേണ്ടതുപോലെ ധരിക്കൂ, എന്നിട്ടിങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമോ എന്ന് എന്നോട് പറയൂ. പറഞ്ഞില്ലേ ഞാൻ കാക്കശ്ശേരി ഭട്ടതിരിയുടെ കാര്യം, നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യം. മനുഷ്യന് സാധിക്കാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർവ്വസംഗതിയും മനുഷ്യന് സാധിക്കും. പക്ഷേ പ്രകൃതിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി വേണം മനുഷ്യൻ ചിന്തിക്കാൻ. ഏഷാത്മപഥോ വ്യക്തോ നഷ്ടകാലേന ഭൂയസ തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധിമയാഭൃതം. അച്ഛാ ഞാൻ നോക്കിക്കോളാം അമ്മയുടെ കാര്യം. അമ്മ ആവശ്യപ്പെട്ടുവല്ലോ എനിക്ക് തത്വോപദേശം നൽകാനായിട്ടൊരു മകൻ വേണമെന്ന്. അങ്ങയ്ക്കും അത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അങ്ങ് കുടുംബം ത്യജിച്ച് സന്യാസം സ്വീകരിച്ച് വനത്തിലേക്ക് പൊയ്ക്കോളൂ കുട്ടി അങ്ങോട്ട് പറയുക. അത് മാത്രമല്ല, എനിക്ക് വേണ്ടി സർവ്വ പ്രവൃത്തികളെയും സമർപ്പിത ബുദ്ധിയോടുകൂടി അങ്ങ് ചെയ്യണം. എന്നിട്ട് അമരത്വം കൈവരിക്കണം. അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, ആത്മജ്ഞാനം ഉപദേശിച്ചോളാം. ആ കാര്യത്തിൽ സംശയമേ വേണ്ട. ഇത് കേട്ട ഉടനെ കപിലൻ എന്ന് പറയുന്ന അച്ഛൻ എന്ത് ചെയ്തു? മകനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അജ്ഞാത സങ്കേതത്തിലേക്ക് അദ്ദേഹം ഒരു പോക്കാ പോയി. കുടുംബത്തിനെക്കുറിച്ച് ആലോചിച്ചില്ല, മകനെക്കുറിച്ച് ആലോചിച്ചില്ല, മകൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചില്ല. മനസ്സിൽ നിന്ന് ആശാപാശം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി ഒരേ ഒരു ദർശനം മാത്രമായി മനസ്സിൽ സർവ്വദിക്കിലും ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഏകതത്വം മാത്രം മനസ്സിൽ, അതും മനസ്സും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു നില വന്നു. അങ്ങനെ അദ്ദേഹം ശരീരം വിട്ട് പോണ പാട്ടിൽ പോയിട്ടുണ്ടാവും. കൃഷ്ണനൊക്കെ പോയില്ലോ. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് കർദമൻ, പിന്നെ ഒരു ഭാഗത്ത് കപിലൻ. മറുഭാഗത്ത് നാം കാണുന്നത് എന്താ? വാസുദേവൻ. ഒരു ഭാഗത്ത് വസുദേവനും പിന്നെ ഒരു ഭാഗത്ത് കൃഷ്ണനും. ഈ വസുദേവൻ ദ്വാരകയിൽ താമസിച്ചു കൊണ്ടിരുന്നു, കൃഷ്ണനും താമസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആയാലും ഈ കപിലന് മാതിരി ഒരാളായിരുന്നില്ല ആ വസുദേവൻ. ആ വസുദേവനാണ് നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണദർശന ലാലസഹ ദ്വാരകയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. കൃഷ്ണനായിട്ട് കാണും, സംസാരിക്കും. അദ്ദേഹം ഒരു ദിവസം ഒരു ഈവനിങ് വാക്കിന് പോയപ്പോൾ വസുദേവനെ കണ്ടുമുട്ടാനിടയായി. അപ്പം നാരദനെ സ്വഗൃഹത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഇരുത്തി കാലൊക്കെ കഴുകി കാപ്പി കുടിക്കാനൊക്കെ കൊടുത്ത്, അന്ന് കാപ്പിയില്ല, പറ്റിയൊരു ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അങ്ങയെ കണ്ടത് വളരെ നന്നായി, എനിക്ക് വലിയൊരു തെറ്റ് വന്നു. എന്താ തെറ്റ്? ഞാൻ മഹാവിഷ്ണുവിനെ പൂജിച്ചു, ആരാധിച്ചു. എൻ്റെ ആരാധനയിൽ നല്ല തന്മയത്വം ഉണ്ടായിരുന്നു എനിക്ക്. ഭഗവാൻ തൃപ്തിപ്പെട്ട് എൻ്റെ മുൻപിൽ വന്ന് ചതുർഭുജധാരിയായി സന്നിഹിതനായി എന്തും തരാനും മോക്ഷം തരാനും തയ്യാറായി നിൽക്കുന്ന ഭഗവാനോട് ഞാൻ പറഞ്ഞത് എനിക്കൊരു കുട്ടിയായി ജനിക്കണമെന്നാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ഒരു കുട്ടിയായി ജനിക്കണം എന്ന് ഭഗവാനോട് പറയാൻ വായോണ്ട് പറഞ്ഞാൽ മതിയോ? ഭഗവാൻ ഒരു കുട്ടിയായിട്ട് എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ, ഭഗവാൻ എന്ന് പറയണ കുട്ടിയെ അതിനനുസരിച്ച രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് എത്രത്തോളം ഭഗവത്വം വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും വസുദേവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മഹാവിഷ്ണു അത് കേട്ടു, ഒന്ന് ചിരിച്ചു, ശരിയെന്നും പറഞ്ഞു പോയി. പിന്നെ ജനിച്ചതാ. എങ്ങനെയായിരുന്നു ആ ജന്മം? അതാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 1, 2, 3, 4, 5, 6, 7 ഒന്നും അല്ല, 8ാമത്തെ ജന്മം. ആ 8ാമത്തെ ജന്മം ഉണ്ടാവാൻ വേണ്ടി ദേവകി പാവം എത്ര കഷ്ടപ്പെട്ടു, എത്ര എണ്ണത്തിനെ കൊടുത്തു, എത്ര എണ്ണത്തിനെ അടിച്ച് കരിങ്കല്ലിലടിച്ച് കൊന്നു. ഇങ്ങനെയുണ്ടോ ഒരു ജന്മം? പറഞ്ഞതെന്താ? എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം. 8ാമത്തെ കുട്ടിയെന്ന് പറഞ്ഞോ? ഭഗവാനോട് ഒന്നും നിങ്ങൾ ചോദിക്കാൻ പോകരുത്. ചോദിച്ചാൽ വിഡ്ഢിത്ത. ആ ജനിച്ച കുട്ടി ജനിച്ചു, അത്രയേ ഉള്ളൂ. വളർത്താൻ കിട്ടിയില്ല, എവിടെയോ പോയി വളർന്നതാ. എൻ്റെ കൃഷ്ണൻ, ഞാൻ ജന്മം നൽകിയ കൃഷ്ണൻ ഇതാ എല്ലാവർക്കും മോക്ഷം നൽകിക്കൊണ്ട് പരമാത്മ പ്രഭാവത്തോടുകൂടി ഇതാ പരിലസിക്കുന്നു. ഞാനാണെങ്കിൽ മനസ്സിന് സമാധാനമില്ലാതെ മോഹത്തിനും ഭ്രമത്തിനും വിധേയമായി ഇങ്ങനെ കടന്നു ഉഴലുന്നു. എൻ്റെ നാരദ മഹർഷിയെ, ഈ സ്ഥിതി ഒന്ന് മാറ്റാനായി
എനിക്ക് വേണ്ട ഉപദേശം തരാമോ എന്ന് നാരദനോട് ചോദിക്കുന്നു. ഈ കപിലനും കർദമനും തമ്മിലുള്ള ബന്ധം എന്താ? അവരുടെ സംവാദം എന്താ? കൃഷ്ണനും വസുദേവനും തമ്മിലുള്ളതോ? നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉള്ളിൽ പരിരസിക്കുന്ന പ്രഭാവങ്ങൾ എന്തെല്ലാം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാക്കുവപ്പ. എത്രയെത്ര മുത്തുകളാണ് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. മകൻ അമ്മയെ ഉപദേശിക്കാൻ സമയം വന്നപ്പോൾ ഉപദേശിക്കുകയാണ്. പണ്ട് ഞാൻ മഹർഷിമാർക്ക് ഉപദേശിച്ച ജ്ഞാനമിതാ അമ്മയ്ക്കും പറഞ്ഞു തരാമെന്ന്. ആദ്യത്തെ വാക്ക് നോക്കൂ. പണ്ട് ഞാൻ മഹർഷിമാർക്ക് ഉപദേശിച്ച ജ്ഞാനം അമ്മയ്ക്കും പറഞ്ഞു തരാമെന്ന്. അപ്പം കപിലൻ പറയാണ്, എൻ്റെ കയ്യിലുള്ള ജ്ഞാനം എൻ്റെ ജ്ഞാനമല്ല, അത് ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുൻപ് നമ്മുടെ സമാജത്തിൽ ഈ പുണ്യഭൂമിയിൽ പലരുടെയും ഹൃദയത്തിലും മസ്തിഷ്കത്തിലും അധിവസിച്ചു കൊണ്ടിരുന്നതാണ് ആ ജ്ഞാനം. ഇവിടെ പുതുമ എന്ന് പറഞ്ഞ ഒരു ആത്മജ്ഞാനമില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നാണല്ലോ ഗീതയിൽ പറയുന്നത്. പുരാണമാണിത്. ഈ ജ്ഞാനമില്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. അറിവാളികൾ ഇവിടെ മുമ്പും ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് കൃഷ്ണൻ അർജുനോടും പറയണത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം. ഞാനിത് വിവസ്വാന് പറഞ്ഞു കൊടുത്തതാണ്. നിന്റെ പൂർവീകരൊക്കെ മനസ്സിലാക്കി വച്ചിരുന്നതാണ്. കാലത്തിൻ്റെ പ്രവാഹത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയത് ഞാൻ നിനക്ക് ആവർത്തിച്ച് പറഞ്ഞു തരണു, അത്രമാത്രമേ ഉള്ളൂ. അത് കൃഷ്ണൻ്റെ സ്വന്തം ജ്ഞാനമല്ല, കൃഷ്ണജന്മത്തിന് മുൻപുമുണ്ടായിരുന്നു. മുൻപും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്, വ്യപദേശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ ജ്ഞാനമില്ലാതെ ഇരുന്ന ഒരു കാലം ഭാരതത്തിൽ ഒരിക്കലുമില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. അത് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. അമ്മയ്ക്ക് മനഃശുദ്ധി വേണ്ടത്രയുണ്ട്. എനിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കാൻ ഒരു കുട്ടി വേണം. ആ കുട്ടിയെ തന്നിട്ട് പോകൂ എന്നല്ലേ അച്ഛനോട് പറഞ്ഞത്. അപ്പം എത്രത്തോളം മനഃശുദ്ധിയും ആത്മാർത്ഥതയും അമ്മയെ അലങ്കരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു തരാം. ഈ ജ്ഞാനം വിഷയജ്ഞാനമാണ്, വിഷയജ്ഞാനമല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രണ്ട് വാക്ക്, വിഷയം, വിഷയി. വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ എല്ലാവരും ഉപയോഗിക്കാത്തതാണിത്. വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് ഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം വിഷയങ്ങളാണ്. ഓബ്ജക്റ്റ് എന്നാണ് അതിനർത്ഥം. ആ വിഷയത്തെ കണ്ട് ഗ്രഹിക്കുന്നവൻ വിഷയി. വിഷയത്തെ ഗ്രഹിക്കുന്നവൻ വിഷയി. സാധാരണ നമുക്ക് അറിയുന്ന ജ്ഞാനം മുഴുവനും വിഷയജ്ഞാനമാണ്. ആ വിഷയജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനമല്ല. ഈ വിഷയജ്ഞാനം ഉദിക്കുന്നത് എവിടെയാ? നമ്മുടെ ശരീരത്തിലോ കണ്ണിലോ മൂക്കിലോ അല്ല. അറിവും അനുഭവവും എല്ലാം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിലാണ്, മനസ്ഥലത്തിലാണ്. ആ മനസ്ഥലത്തിൽ ഒരു പ്രത്യയമായി, ഒരു പ്രതിച്ഛായയായി, ഒരു പ്രതിബിംബം പോലെയായി, ഒരു പ്രിൻ്റായി, ഒരു പതിപ്പായി, ഒരു മുദ്രണമായി ഉദിക്കുന്നതാണ് ജ്ഞാനം. നിങ്ങൾ ആനയെ കണ്ടു. ആനയെ കണ്ടത് എങ്ങനെയാ? കണ്ണു തുറന്നു നോക്കി. ആ ആനയുടെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. ആ പ്രതിച്ഛായയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആ പ്രതിച്ഛായ പതിഞ്ഞത് എവിടെയാ? വിഷയത്തിലോ വിഷയിലോ? അതിനെ ഗ്രഹിക്കുന്നത് വിഷയിലാണ്. ആ വിഷയില്ലാതെ വിഷയമില്ല. എന്നാൽ വിഷയമില്ലാതെ വിഷയിയുണ്ട്. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമുണ്ടോ? ശരീരമുണ്ടോ? ഇല്ല. ലോകമുണ്ടോ? ഇല്ല. മനസ്സുണ്ടോ? ഇല്ല. ബുദ്ധിയോ? ഇല്ല. അഹങ്കാരമോ? ഇല്ല. എന്താണ് ഉള്ളത്? ഒന്നുമില്ല. ഞാൻ ഒന്നും അറിയാതെ കിടന്നുറങ്ങി, ഒന്നും മനസ്സിലാക്കിയില്ല. ഞാൻ ഉറങ്ങിയെന്ന് എണീറ്റിട്ടാണ് പറയണത്. അപ്പോൾ ഉറങ്ങിയ ആളാരാ? ഞാൻ. ഉറങ്ങുന്ന സമയത്ത് തനിക്ക് വല്ല ബന്ധമുണ്ടായിരുന്നോ? ഇല്ല. അപ്പം എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ട് സ്വതന്ത്രനായി സ്വച്ഛനായി ഇരിക്കുന്ന ഒരു വിശേഷപ്പെട്ട അനുഭവമാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. അതാണ് വിഷയി. ആ വിഷയിയെക്കുറിച്ചുള്ള ജ്ഞാനം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് അമ്മ ആവശ്യപ്പെടുന്ന മോക്ഷമോ മുക്തിയോ മോചനമോ എല്ലാം ഉണ്ടാവും. ചേതഃ ഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ചേതഃ ഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം.
എൻ്റെ അമ്മയെ നല്ലോണം കേൾക്കൂ. ചേതഃ ഖലു അസ്യ ബന്ധായ. നമ്മൾക്ക് എല്ലാവർക്കും ബന്ധത്തിന് കാരണം നമ്മുടെ മനസ്സാണ്. മനസ്സാണ്. നിങ്ങൾ ബന്ധം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചൂണ്ടിക്കാട്ടരുത്, കുട്ടികളിൽ ചൂണ്ടിക്കാട്ടരുത്. അയ്യോ എൻ്റെ മിണ്ടരുത്, മിണ്ടരുത്. നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ മനസ്സാണ്. മനസ്സിലാണ് കുട്ടി എന്നൊരു തോന്നൽ. ഈ കുട്ടി എൻ്റെ ആണെന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയാണ്. നിങ്ങളുടെ മനസ്സ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിലുള്ള പ്രതീതികളാണ് എല്ലാറ്റിനും കാരണം. ബന്ധനത്തിന് കാരണവും അതാണ്. മുക്തയേ ചാത്മനോമതം. ഈ മനസ്സിന് ശരിയായിട്ടുള്ള അറിവും ഉദ്ബോധനവും കിട്ടിയെന്നുണ്ടെങ്കിൽ ഏത് ബന്ധനകരമോ അത് മുക്തിക്ക് കാരണമായി തീരും. ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. സാധാരണ ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുണ്ടല്ലോ. ആ ഗുണങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് താത്പര്യമുള്ളിടത്തോളം കാലം, സംഘമുള്ളിടത്തോളം കാലം ബന്ധം. നേരെ മറിച്ച് ഈ പ്രകൃതിക്കെല്ലാം അധിപതിയായി അകന്നു നിൽക്കുന്ന പുരുഷനിലാണ് നിങ്ങളുടെ രതി, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ താത്പര്യം, നിങ്ങളുടെ ആശ്രയം എന്നുണ്ടെങ്കിലോ ആ പുരുഷനെ ആശ്രയിക്കുന്ന മനസ്സ് മുക്തമായി തീരുന്നു. മനസ്സാണ് ബദ്ധമാകുന്നതും മുക്തമാകുന്നതും. ഗുണങ്ങളിൽ രക്തമായി എന്നുണ്ടെങ്കിൽ ബന്ധനമായി. നേരെ മറിച്ച് പുരുഷനിലാണ് താത്പര്യം, രതി എന്നുണ്ടെങ്കിലോ മോക്ഷവുമായി. ചേതഃ ഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. എൻ്റെ കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിക്കൂ. തനിക്ക് ജനിച്ച് അമ്മിഞ്ഞ കുടിച്ച് വളർന്നിട്ടുള്ള കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി തത്വോപദേശം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഉടമസ്ഥരാണപ്പാ നിങ്ങളെല്ലാവരും. നിങ്ങളാരും നിങ്ങൾ പന്നിയെയും പൂച്ചയെ പോലെയുള്ളവരാണെന്ന് വിചാരിക്കരുത്. മനുഷ്യരാണ് നാം. നമ്മുടെ വൈഭവം നമ്മുടെ ഉള്ളിലാണ്, മനസ്സിലും ബുദ്ധിയിലുമാണ്. ആ മനസ്സിനെയും ബുദ്ധിയെയും അലങ്കരിക്കാൻ ആത്മതത്വ പ്രതിപാദനം മാത്രമേ സഹായിക്കൂ. ആ ആത്മപ്രകാശം വരുമ്പോഴാണ് മനുഷ്യരിങ്ങനെ സംസാരിക്കുന്നതും അതിൽ താല്പര്യം തോന്നും. താല്പര്യം തോന്നുമ്പോഴാണ് ഇങ്ങനെ വന്ന് കേൾക്കുന്നതും. എല്ലാവരും ധന്യരാകുവപ്പാ, ധന്യരാകൂ. ഒരു ചെലവുമില്ലാതെയാണത് കിട്ടുന്നത്. സർവ്വ ആൾക്കാരും പുണ്യശീലന്മാരായി ജീവിക്കൂ. ജീവിതം ധന്യമാകട്ടെ. ഭാഗവതം എടുക്കൂ, വായിക്കൂ. ഞാനിന്ന് നമ്മുടെ കുട്ടിസ്വാമിയോട് ചോദിച്ചു, എന്താ CD തയ്യാറായോ? ആയിട്ടില്ല. എനിക്ക് തിരക്കായി തുടങ്ങി. കേൾക്കൂ നിങ്ങളത്. ദിവസേന അരമണിക്കൂർ 1 മണിക്കൂർ പ്ലേ ചെയ്യൂ, കേൾക്കൂ, പുസ്തകമെടുത്ത് വായിക്കൂ. അതിൽ നിങ്ങൾക്ക് പറ്റിയ ശ്ലോകങ്ങൾ മാത്രം മതി. 18,000 ഒന്നും വേണ്ട നിങ്ങൾക്ക്. അതിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100 ശ്ലോകം നിങ്ങൾ വശമാക്കിയാൽ മതി. ആ 100 ശ്ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ കിട്ടും. ഓരോരോ രംഗവും മനസ്സിൽ ഭാവന ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ ശ്ലോകങ്ങൾ മുഖസ്ഥമാക്കി വേണ്ടി വന്നാൽ എഴുതിയിട്ട് കേട്ട് മനസ്സിലാക്കി വശമാക്കൂ. നിങ്ങളുടെ മനസ്സ് ധന്യമാകട്ടെ, പൂർണ്ണമാകട്ടെ, ആനന്ദ സ്പന്ദിതമാകട്ടെ. അതിന് സാധിക്കും. എളുപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വംശകുഷ്ഠിവം വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഓംകാരം ജപിച്ച് പരിസമാപിപ്പിക്കാം. എല്ലാവരും അതിനുള്ള ആ കെട്ടുപൂട്ട് അങ്ങ് സ്വീകരിച്ചോളൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു.